പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ദൈവീയ ഇടപെടലുകളെ കുറിച്ചും നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ രാധാകൃഷ്ണനാണ്. കർത്താവിന്റെ ദാസനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാധാകൃഷ്ണൻ അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പറയാമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാന് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അരോമ ടി വിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. ആകട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് പറയാമോ? എൻ്റെ വീട്ടില് ഭാര്യ, 2 മക്കൾ, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരൻ, ഇപ്പോ ഞങ്ങൾ വീട്ടിലുള്ളവര്. ഓക്കെ ഓക്കെ ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, മുന്നോട്ട് പോകുന്ന വഴിക്ക് ആമേനെ തുടർമാനമായ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് കർത്താവിന്റെ ദാസന് സംസാരിക്കാം. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തെ നല്ല ഓർമ്മകളും കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ആ സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ളതായ നല്ല ഓർമ്മകൾ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസന് തുടർമാനമായി സംസാരിക്കാം. ആമേൻ. അനുഗ്രഹീതമായ ഈ സമയം അരോമ ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അനുഗ്രഹീത കർത്തദാസനോടും അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോട് ഒരുമിച്ച് അല്പസമയം എൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ഒരവസരം ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ കഷ്ടതയുടെയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ യാത്രയുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ എനിക്ക് ലഭിച്ച ആ സമയമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്ക് മാതാപിതാക്കൾ ഞങ്ങള് 6 മക്കളാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്തതാണ്. എൻ്റെ പിതാക്കന്മാരുടെ പിതാവിന്റെ പിതാവായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണ്ണപ്പണിക്കായി കടന്നു വന്നിട്ടുള്ളവരാണ്. ഞങ്ങള് ശരിക്കും ചെയ്തു വരുന്നത് ക്ഷേത്രങ്ങളിലുള്ള പൂജാ വിഗ്രഹങ്ങള്, അതുപോലെ പഞ്ചലോഹം, അതുപോലെ സ്വർണം, വെള്ളി ഇങ്ങനെയുള്ളതായ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജോലിയാണ്. അതോടൊപ്പം തന്നെ ഓർണമെന്റ്സും ഉണ്ടാക്കും. എൻ്റെ പിതാവ് ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ക്ഷേത്രത്തോടുള്ള ബന്ധം, ചോറ്റാനിക്കര എന്ന് വെച്ചാൽ വലിയൊരു ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ അതിനുള്ള ബന്ധത്തിലാണ് ഞങ്ങളുടെ ജീവിതമാർഗവുമായിട്ട് എൻ്റെ പിതാവ് ചോറ്റാനിക്കര വന്നു. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. എന്തായിരുന്നാലും എൻ്റെ പിതാവ് ഒരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിലുള്ള ആളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. രാമകൃഷ്ണ ആചാര്യ എന്നാണ് എൻ്റെ പിതാവിന്റെ പേര്. അമ്മയുടെ പേര് അമ്മിണി. എനിക്ക് മൂത്തതൊരു ചേച്ചിയാണ് സരസ്വതി. എനിക്ക് താഴെ ഗോകുൽദാസ്, പിന്നെ സുന്ദർരാജ്, പിന്നെ ഗീത, പിന്നെ വിജയരാജ്, അങ്ങനെ സഹോദരങ്ങൾ. ഞങ്ങള് മൊത്തം 6 പേര്. ആണുങ്ങളിൽ മൂത്ത മകൻ ഞാനാണ്. എന്തായിരുന്നാലും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ശൈശവം മുതലുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ സാക്ഷ്യം എനിക്ക് വളരെ വ്യക്തമായി പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഞാൻ ജനിക്കുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ഷേത്രത്തോടുള്ള ബന്ധമില്ല. അപ്പൊ ഒരു അന്ധവിശ്വാസ മേഖലയാണ് ഞങ്ങളുടെ ഭവനത്തിലുള്ളത്. അപ്പോ ആ ഒരു നിലവാരത്തിലാണ്. അപ്പൊ വളരെ ഭക്തിയുണ്ട്. താനായിരുന്ന ആ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വളരെ ഭക്തിയോടുകൂടെ ജീവിച്ചൊരു പിതാവ്. മൂത്ത മകള് ജനിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഒരാൺമകൻ വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു മകൻ ജനിച്ചതിൽ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടെങ്കിലും ഈ കർക്കിടക മാസം എന്നൊക്കെ പറയുന്നത് ഹൈന്ദവരായിട്ടുള്ളവർക്ക് അറിയാം, വളരെ ഒരു മോശമായ മാസമായിട്ടാണ് പണ്ട് കരുതുന്നത്. പട്ടിണി മാസം, പഞ്ചമാസം, അങ്ങനെയുള്ള സമയത്തൊന്നും ഹൈന്ദവരായിട്ടുള്ള ഞങ്ങളുടെ വീടുകളിലൊന്നും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. വീട് കയറി താമസമോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ ജനിക്കുന്നത്. ഒരു അന്ധവിശ്വാസത്തിന്റെ ആ തലത്തിൽ ജീവിക്കുന്നതായതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ കുറിച്ച് ഭയങ്കര ആശങ്കയുണ്ടായി. അപ്പൊ എൻ്റെ ജനനം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ കർത്തവാവിന്റെ അന്ന് അർദ്ധരാത്രിയാണ്. അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുന്നത് പട്ടിണി മാസമെന്നും പഞ്ചമാസമെന്നും ശരിക്കും യാഥാസ്ഥിക ഹൈന്ദവ കുടുംബങ്ങളിൽ
യാതൊരു തരത്തിലുള്ള നല്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്റെ ജനനം ആ സമയത്തായതുകൊണ്ട് അന്ധവിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ച മാതാപിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ടായി എന്നെ കുറിച്ച്. എന്തായിരിക്കും ഈ മാസത്തിന്റെ എന്റെ നാളും നാഴികയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ടായി. എന്തായിരുന്നാലും ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജ്യോത്സ്യന്മാരാണല്ലോ. കാരണം ചോറ്റാനിക്കര ക്ഷേത്രത്തോടുള്ള ബന്ധത്തിൽ അതിന് തൊട്ടടുത്തുള്ള ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന, അന്നത്തെ കാലത്ത് പേര് കേട്ട എന്റെ പിതാവിന്റെ ഒരു സുഹൃത്തുമായിരിക്കുന്ന രാമൻ മാഷ് എന്നറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യരെ, അദ്ദേഹത്തിന്റെ അടുക്കലാണ് എന്റെ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ പിതാവ് എന്നെ കൊണ്ടുപോയത്. എന്റെ ഭാവി കാര്യങ്ങൾ അറിയാൻ, എന്റെ ഭാവി കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി ജാതകങ്ങളൊക്കെ എഴുതാൻ വേണ്ടി. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായിരുന്നാലും എന്റെ പിതാവ് അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സംവിധാനത്തിനകത്ത് അദ്ദേഹം എന്റെ ഭാവിക്ക് വേണ്ട കാര്യങ്ങളെ പരിശോധിക്കാൻ തുടങ്ങി. വളരെ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു മറുപടി പറയുന്നില്ല. എന്റെ പിതാവ് ആശങ്കയോടെ ചോദിച്ചു, എന്താ ജ്യോത്സ്യരെ മറുപടി ഒന്നും പറയാത്തത്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്റെ പിതാവിനും എന്റെ മാതാവിനും വലിയ വേദനയുള്ള മറുപടിയാണ്. കാരണം ജന്മം കൊണ്ടോ ജീവിതം കൊണ്ടോ ഈ പൈതലിനെ കൊണ്ട് ഒരു പ്രയോജനമുള്ളതായി കാണുന്നില്ല. അവന്റെ ഭാവിയെ കുറിച്ച് ഒരു വലിയ ഇരുളാണ് കാണുന്നത്. ഒന്നും തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. പ്രിയരെ, ആ ജ്യോത്സ്യന്റെ വാക്ക് ജന്മം തന്ന എന്റെ മാതാപിതാക്കൾക്ക് വളരെ വേദനയായി മാറി. കാരണം ഒരു വ്യക്തിയുടെ ജീവിതം ജന്മം കൊണ്ട് ജീവിതം കൊണ്ട് പ്രയോജനമില്ലെന്നൊരു ജ്യോത്സ്യം പറയുമ്പോൾ തന്റെ 35 വയസ്സ് വരെയുള്ള ജീവിതകാലം, എന്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഇരുള് അടഞ്ഞ ജീവിതമാണ്. ഇപ്പൊ തന്നെ നല്ല വെളിച്ചമുണ്ടെങ്കിൽ എന്നെ കാണത്തുള്ളൂ. എന്റെ അവസ്ഥ അതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംവിധാനത്തിനകത്ത് അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങള് എന്റെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടകരമായി. 35 വയസ്സ് വരെ കണ്ടക ശനിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശ. 35 വയസ്സിൽ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അവരുടെ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഇത്. അദ്ദേഹം ജാതകം എഴുതി 35 വയസ്സ് വരെ വരാവുന്ന ദുർഘടമായ കാര്യങ്ങൾ, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. അതില് പലതരത്തിലുള്ളതായ ദുർഘടങ്ങൾ അവരുടെ ഭാഷയിലുള്ള കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ജാതകം എഴുതി പിതാവ് ചോദിച്ചു, പരിഹാര കർമ്മം വല്ലതും ഉണ്ടോ? 10 ഷീറ്റ് പേപ്പറിനകത്ത് ഞാനൊരു നല്ല പൈതലായി പ്രയോജനമുള്ളവനായി വളർന്നു വരേണ്ടതിന് 10 ഷീറ്റ് പേപ്പറിനകത്ത് പരിഹാര കർമ്മങ്ങൾ എഴുതി എന്റെ പിതാവിന്റെ കയ്യിൽ കൊടുത്തു. ഞാൻ അമ്മയെന്ന് വിളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്റെ വീട്ടില് കർമ്മങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ തുടങ്ങി. എന്തിനാണെന്നറിയാമോ? രാധാകൃഷ്ണൻ വളർന്നു വരുമ്പോൾ പ്രയോജനമുള്ളവനായി നല്ലൊരു വ്യക്തിയായി വളർന്നു വരണം. അതുകൊണ്ട് തന്നെ ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ എന്റെ പിതാവ് വളരെ വ്യക്തമായ ശിക്ഷണ നടപടികൾ എനിക്ക് തരുമായിരുന്നു. എന്റെ ശൈശവം കഴിഞ്ഞ് ഞാൻ ബാല്യകാലത്തിലേക്ക് പ്രവേശിച്ചു. സ്കൂളിൽ പഠിക്കാൻ പോയി. സ്കൂൾ പഠനം കഴിഞ്ഞ് വരുന്ന സമയം പിന്നെ ഞങ്ങളുടെ ഷോപ്പിൽ അച്ഛനോടൊപ്പം സ്വർണ്ണപ്പണി പഠിക്കണം, അവിടെ പോയിരിക്കണം. അപ്പൊ അവിടെ പോയി സ്വർണ്ണപ്പണി പഠിക്കാനായിട്ട് അച്ഛനോട് കൂടി ഇരുന്ന അച്ഛനാണെങ്കിൽ അല്പം മദ്യപിക്കുന്നതും അല്പം പുകവലിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ കാണുന്നത് ദൈനംദിന ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം അച്ഛനില്ലാത്ത സമയത്ത് അച്ഛനോടൊപ്പം ജോലി ചെയ്തെന്ന എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ പകരുമായിട്ടാണ് ഞങ്ങൾ സ്വർണ്ണപ്പണി പഠിക്കാനായിട്ട് അച്ഛന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നപ്പോ അവന് ബീഡി വലിക്കണമായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, നമുക്ക് ബീഡി വലിക്കാന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തായാലും കുഞ്ഞു മനസ്സിൽ, അന്ന് 9 വയസ്സാണ് എന്റെ പ്രായം. അപ്പൊ കുഞ്ഞു മനസ്സിലൊരു ആഗ്രഹം, അവന് വലിക്കണം. അപ്പൊ അവൻ നിർബന്ധിച്ചപ്പോ ഞാനും വലിച്ചു, കത്തിച്ചു വലിച്ചു. അച്ഛൻ ഈ സ്വർണ്ണപ്പണിയൊക്കെ കഴിഞ്ഞ് ജ്വല്ലറിയിലേക്ക് ഉരുപ്പടി കൊടുക്കാൻ വേണ്ടി പോയതാ. പക്ഷെ ബസ് കിട്ടിയില്ല. തിരിച്ചു വരുമ്പോ ഈ അന്നത്തെ നിരപലകയാ, ഈ ഇന്നത്തെ പോലെ ഷട്ടറല്ല, മരത്തിന്റെ പലകയുള്ളത്. വിടവിക്കിട്ട് നോക്കുമ്പോ എന്റെ വായിക്കിടെ പുക പോണത് അച്ഛൻ കണ്ടു. എന്നോട് വന്ന ഉടനെ ചോദിച്ചു, നീ പുക വലിച്ചോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോണ പറഞ്ഞു, ഇല്ല വലിച്ചില്ല. എന്തായാലും അച്ഛനത് ഭയങ്കര ദേഷ്യമായി. എന്നോട് ഒരു സ്വർണ്ണം പണി, ഞങ്ങൾ മോതിരടിക്കുന്ന ഇരുമ്പ് നെരിപ്പോട്ടിൽ വെച്ച് ഊതി പഴിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ഊതി പഴിപ്പിച്ചു. അച്ഛൻ ഊതി പഴിപ്പിക്കടാന്ന് പറഞ്ഞു. ഞാൻ ഊതി അങ്ങ് പഴിപ്പിച്ചു. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് പേടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ എന്റെ ഇടത്തെ തുടയിൽ വെച്ചു കേട്ടോ. അതെനിക്ക് ഭയങ്കര വേദനയായി മാറി. ഞാൻ അവിടെ കിടന്ന് അലറി വിളിച്ചു കരഞ്ഞു. മറ്റവന്റെ തുടയിലും വെച്ചു. അവന് ഓടിക്കളഞ്ഞു. അവന് 14 വയസ്സുണ്ട്. ഓടിക്കളഞ്ഞു. ഞാൻ ഇതും സഹിച്ച് അവിടെ ഇരുന്നു. അവിടെ കിടന്ന് വേദനയോടെ കരഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടി. അച്ഛന്റെ സ്നേഹിതന്മാരും അടുത്തുള്ളവരൊക്കെ, കടയുടെ അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടി. അവര് വന്ന ഉടനെ നോക്കിയപ്പോ എന്റെ ഇങ്ങനെ ചേന ചെത്തിയ പോലെ ഇരിക്കുക. അപ്പൊ ആ നാട്ടിലുള്ളവരെല്ലാരും വന്ന് അച്ഛനെ വഴക്ക് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ എന്റെ മകനാ, അവനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. ഭയങ്കര ദാക്ഷ്യത്തോടെ സംസാരിച്ചു. എന്തായിരുന്നാലും അന്ന് രാത്രി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് വേണ്ടി ചികിത്സ ചെയ്തു. പക്ഷെ എന്റെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ ഈ മക്കളെയൊക്കെ ശിക്ഷിക്കുമ്പോൾ, എന്റെ മാതാപിതാക്കളെ കേൾക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒരു കുഞ്ഞിനെ ശിക്ഷിക്കുമ്പോൾ അവന്റെ തെറ്റ് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ ശിക്ഷിക്കണം.
ഈ കഠിനമായ ശിക്ഷ എന്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ചിന്ത ഉളവാക്കി. കാരണം പിറ്റേ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ സ്കൂൾ ടീച്ചർ എന്നെ വിളിച്ച് അസംബ്ലിയിൽ നിർത്തി. മോളില് അവർ നിൽക്കുന്നിടത്ത് നിർത്തിയിട്ട് 490 കുട്ടികൾ പഠിക്കുന്ന സ്കൂളില്, LP സ്കൂളില് ആ ടീച്ചർ പറഞ്ഞത് എങ്ങനെയാണ്, കണ്ടോ അപ്പൻ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് നിർത്തി അവരുടെ മുമ്പിൽ വെച്ച് എന്റെ ഈ കാല് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു, ഇങ്ങനെ വേണം മക്കളെ വളർത്താനെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര വേദനയാണ്. കാരണം അവരത് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു മനോഭാരം, ഇത്രയും പേരുടെ മുമ്പിൽ ഇത് അപമാനത്തിന്. അപ്പൊ അന്ന് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, എന്റെ അപ്പൻ എന്നോട് സ്നേഹമില്ല, എന്റെ അപ്പൻ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്ന ആളല്ല, എന്റെ അപ്പനോടൊരു ഒരു ഒരു എന്താണ് ഒരു വൈരാഗ്യ ചിന്തയാണ് എന്റെ ഉള്ളിൽ, കുഞ്ഞു മനസ്സിലേക്ക് കയറി പറ്റിയ ഒരു ഇതാണ്. അങ്ങനെ ആ കാര്യം കഴിഞ്ഞ് വളർന്നു തുടങ്ങി. ഒരു 10-13 വയസ്സായപ്പോഴത്തേക്കും മദ്യപാനത്തിലേക്ക് ഞാൻ ജീവിതം മാറേണ്ടി വന്നു. കാരണം അച്ഛന് കള്ളു മേടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ശിഷ്യം പോകുമായിരുന്നു. ഒരു ദിവസം അവനില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞ് എന്നോട് പറഞ്ഞു, മോനെ ഒരല്പം അത് മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങൾക്ക് അത് വലിയ വിഷയമൊന്നുമല്ല, തട്ടാന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ കുടിക്കുന്നൊരു ഇതാ. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കള്ളു മേടിക്കാൻ വേണ്ടി പോയി. ഞാൻ ഷാപ്പിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ എന്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം. കാരണം അനേകരിരുന്ന് കള്ളു കുടിക്കുന്നു, കഥ പറയുന്നു, ചിരിക്കുന്നു. എന്റെ കുഞ്ഞു മനസ്സിൽ അതൊരു ഫോട്ടോ എടുത്തു ഞാൻ അവിടെ നിന്ന്. അച്ഛന് ഒരു 1.5 ലിറ്റർ കള്ളും വാങ്ങി മടങ്ങി ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു വയലിൽ കൂടെ വരുന്നത്, 2 സൈഡിലും അങ്ങനെ നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുക. ആ വരമ്പത്തൂടെ നടന്നു വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, ഈ സാധനം കുടിച്ച് ഇത്രയും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കാൻ തീരുമാനിച്ച്. എന്റെ പ്രിയരെ, ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛന് വാങ്ങിക്കൊണ്ടുവന്ന കള്ളിന്റെ കന്നാസ് തുറന്ന്, ആ അടപ്പ് തുറന്ന് ഒരല്പം ഞാൻ എന്റെ കവിളിൽ സേവിച്ചു. നല്ല രസമായിട്ട് തോന്നി. ആരും അറിഞ്ഞില്ല. വീട്ടിൽ കൊണ്ടു കൊടുത്തു. അന്ന് അവരറിഞ്ഞില്ല. പക്ഷെ ഈ ടേസ്റ്റ് ലഹരി ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാം, നമ്മള് ഒരു രസത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കൊണ്ടെത്തിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ദുരന്ത ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ മാരകമാണ്. അതിനൊരു നേർസാക്ഷിയാണ് ഞാൻ. അവിടെ അങ്ങനെ പിന്നെ എല്ലാ ആഴ്ചയിലും കള്ള് മേടിക്കുന്ന കൂട്ടി ഞാൻ ഏറ്റെടുത്തു. കാരണം ഈ അച്ഛന് മേടിച്ചുകൊണ്ട് വരുന്ന വഴി എനിക്ക് അല്പം സേവിക്കാം. അങ്ങനെ കവിള് 1 ഔൺസ് മാറി 2 ഔൺസ് ആയി. അവസാനം പിന്നെ പാടത്തുള്ള വെള്ളം അച്ഛൻ കുടിക്കാൻ തുടങ്ങി. കാരണം ഈ അളവ് കുറയുമ്പോൾ ഞാൻ ഈ പാടത്തുള്ള വെള്ളം ഇതിനകത്ത് വെച്ച് അച്ഛന് കൊണ്ട് കൊടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ശരിയല്ലല്ലോ. അങ്ങനെ അച്ഛൻ പറയടാ, ആ മേശയ്ക്കകത്ത് നിന്ന് 2 രൂപ എടുത്ത് പോയി ചായ മേടിക്കാൻ പറയും. അന്ന് 2 രൂപയുടെയും 20 രൂപയുടെയും കളർ ഒന്നാ, ചോപ്പ് കളർ. അച്ഛൻ 2 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ 20ന്റെ നോട്ട് എടുത്തോളൂ. അച്ഛൻ അറിയുന്നില്ല. അച്ഛൻ മോൻ വീട്ടിൽ നിന്ന് മോഷ്ടിക്കും എന്നുള്ളതൊന്നും വിശ്വസിക്കുക. അതുകൊണ്ട് ഞാൻ ഈ 2 രൂപയ്ക്ക് വരെ 20, അച്ഛൻ അറിയത്തില്ല. കാരണം ഇഷ്ടംപോലെ പൈസ ഉള്ള സമയമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ 18 രൂപ 2 രൂപ എടുത്തിട്ട് 18 രൂപ സൂക്ഷിച്ചു വെച്ചിട്ട് ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും 1/2 ലിറ്റർ കള്ള് മേടിക്കും. അങ്ങനെ എന്റെ മദ്യപാന ശീലം കൂടി. ആദ്യമൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഒരു 15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും സംഗതി കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ സ്വർണ്ണപ്പണിയും പഠിച്ചിട്ടു. എനിക്ക് നല്ല ജോലി ചെയ്യാനുള്ള കഴിവ്. 14 വയസ്സൊക്കെ ആയപ്പോൾ നന്നായി ജോലി ചെയ്യും. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഞാൻ 7ാം ക്ലാസ്സോട് നിർത്തി. പിന്നെ അച്ഛനോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മദ്യപാന ശീലത്തിൽ അങ്ങ് പോയി. ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് മാറ്റപ്പെട്ടു. കാരണം ആദ്യമൊക്കെ ആരും അറിയാതെ കാര്യം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പിന്നീട് മദ്യം കലഹക്കാരന് അമിതമായി ആർക്കും എന്റെ അമ്മാവനും ഒക്കെ ഒരു ഗ്യാങ് ആയിട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു കത്തിക്കുത്ത് കേസ് ഉണ്ടായി. ഞാൻ അതിൽ ലോക്കപ്പിനകത്തായി. അന്ന് എനിക്ക് 17 വയസ്സ് പ്രായമുള്ളൂ. എന്റെ പിതാവ് കാര്യം പറഞ്ഞ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ലോക്കപ്പിൽ കിടക്കുക. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പോയി. വളരെ പ്രതീക്ഷയോടെ ജനിച്ച നാൾ മുതൽ എന്റെ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പണിയെടുത്ത് കിട്ടുന്ന പകുതി പണവും മുടക്കി കർമ്മങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ, തീർത്ഥാടനങ്ങൾ, ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വന്ന എന്റെ ജീവിതം ആ ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ ഇരുളടഞ്ഞ അനുഭവത്തിലേക്ക് പോവുകയാണ്. പ്രിയരെ, ഒരു പുസ്തകം എന്റെ ജീവിതത്തിൽ എന്റെ ഭാവിയെ ഇരുളിലേക്ക് തള്ളിവിട്ടപ്പോൾ മറ്റൊരിടത്ത് എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ എന്തായിരുന്നാലും ആ ലോക്കപ്പിനകത്ത് കിടന്ന അച്ഛൻ വന്നു. എന്തായിരുന്നാലും കാലെ കയ്യെ പിടിച്ച് എന്നെ ജാമ്യത്തിൽ ഇറക്കി. പ്രായപൂർത്തിയാകാത്തവൻ എന്നുള്ള നിലയിൽ ആ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് സ്റ്റേഷൻ ജാമ്യം തന്നു. എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് തൃപ്പൂണിത്തുറ ആ റൂട്ടിൽ നിന്നുകൊണ്ട് എന്റെ അപ്പൻ എന്റെ വലങ്കരം പിടിച്ചു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്നെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം നീയാണ് വീട്ടിലെ മൂത്ത മകൻ. നിനക്ക് താഴെ 4 സഹോദരങ്ങളുണ്ട്. മൂത്ത സഹോദരിയുടെ വിവാഹം നടക്കാനുണ്ട്. ഇളയ ഒരു പെൺകുഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് പ്രായമായി വരുന്നു. നീ വേണം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്ന് പറഞ്ഞ് എന്റെ വലങ്കരത്തെ പിടിച്ചെന്ന് അദ്ദേഹത്തിന്റെ ചുടു കണ്ണുനീര് എന്റെ കയ്യിൽ വീഴുക. പ്രിയരെ, ഞാനും ആ സമയം എന്റെ കണ്ണിൽ നിന്ന്, കാരണം കഴിഞ്ഞ രാത്രി ലോക്കപ്പിലുണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട്
ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഞാൻ ശ്രമിക്കാം. ഇനി ഒരിക്കലും ഞാൻ തെറ്റായ കൂട്ടുകെട്ടിൽ പോകത്തില്ല. എനിക്ക് അനവധി കൂട്ടുകാരുണ്ട്, അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ജീവിത സാഹചര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, ഞാൻ ഇനി മുതൽ മദ്യപിക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനോട് കൂടെ വീട്ടിൽ ചെന്നു. എന്തായിരുന്നാലും വീട്ടിലിരുന്നു കൂടിയ ആ വലിയ കാർമേഘമൊക്കെ അപ്പൊ തന്നെ മാറി. കാരണം ഞാൻ ഈ വാക്ക് കൊടുത്തപ്പോൾ അവർക്കത്, അച്ഛന് വലിയ സന്തോഷം. അച്ഛൻ അമ്മയോട് പറഞ്ഞു, എടി കുഴപ്പമില്ലടി, അവന്റെ സമയദോഷം കൊണ്ടല്ലേ, ജ്യോതിസിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് സംഭവിച്ചതാ, സാരമില്ല, അവൻ എന്നോട് തീരുമാനമൊക്കെ എടുത്താ വന്നേക്കണേ, കുഴപ്പമൊന്നുമില്ല, നീ ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞ് വീട്ടിലെ ആ സങ്കടമൊക്കെ മാറി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും അത് ഊരി കഴിയുമ്പോൾ വളഞ്ഞു വരുമെന്ന് പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ലഹരിയുടെ ആസക്തി അതാണ്. ഒരു മനുഷ്യനെ ലഹരിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എസ്കലേറ്റർ കയറുന്ന പോലെയാ. കാരണം റെയിൽവേ സ്റ്റേഷനിലും മാളിലൊക്കെ ഉള്ള എസ്കലേറ്ററിൽ ചെന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കമെന്ന് പറയുന്നത് ആ ടോപ്പിലേ പറ്റത്തുള്ളൂ, ഇടയ്ക്ക് ഇറങ്ങാൻ വഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മദ്യപാനത്തിന്റെ ദൂഷ്യ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ഒരു 18ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ, ഇനി നിന്നെ മാറ്റി നിർത്തിയേ പറ്റത്തുള്ളൂ. കാരണം ഇതുവരെ നിന്നെ സ്നേഹിച്ചു, കരുതി, നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു, ഇനി പറ്റത്തില്ല. ക്യാൻസർ വന്നാൽ അവയവം മുറിച്ചു മാറ്റുന്ന വൈദ്യശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് നിന്നെ മാറ്റാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നിനക്ക് താഴെ 3 സഹോദരങ്ങളുണ്ട്. നിന്റെ ഈ സ്വഭാവം അവരിലേക്ക് പകർന്നാൽ അത് വലിയ ദോഷമായി മാറും. അതുകൊണ്ട് നന്നായി ജീവിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം ഈ വീട്ടിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ വീട് വിട്ടു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. കാരണം എന്നും ഈ അച്ഛന്റെ വഴക്കും കേട്ട് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അങ്ങനെ ജീവിക്കുന്നത് എന്തിനാ? സ്വാതന്ത്ര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. നല്ല സ്വർണ്ണപ്പണിയൊക്കെ അറിയാം. എന്തായിരുന്നാലും അകത്ത് കയറി ബാഗൊക്കെ എടുത്ത് എന്റെ പാന്റും ഷർട്ടും ഒക്കെ അതിനകത്ത് വലിച്ചിട്ടേച്ചും അച്ഛൻ കൊടുങ്ങല്ലൂര് ക്ഷേത്രത്തിലേക്ക് വഴിപാടിട്ട് വെച്ചിരിക്കുന്ന ഒരു 10,000-3000 രൂപയുടെ കോയിൻസ് ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് അതെല്ലാം കൂടി എന്റെ ബാഗിനകത്തേക്ക് തട്ടി ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, ഞെട്ട കുറ്റിച്ചോട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ ഒരു ജ്വല്ലറിയിൽ എനിക്ക് ജോലി കിട്ടി, ഗുലാബ് ജ്വല്ലറി എനിക്ക് ജോലി കിട്ടി. എന്റെ ചില സ്നേഹിതന്മാർ, ബന്ധുക്കൾ അവിടെ ഉണ്ട്. എന്തായിരുന്നാലും ജോലി കിട്ടി. ആദ്യമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ 5 വർഷക്കാലം ഞാൻ അവിടെ ജീവിച്ചു. ആ ജീവിതം ഏറ്റവും കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ആർക്കും ഇഷ്ടപ്പെടുന്ന ജീവിതമായിരുന്നില്ല. പിന്നെ അന്യനാടല്ലേ, നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് കതകിൽ തട്ടി. എൻ്റെ പിതാവ് വന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ ഞാനാ. പോയപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, നല്ല കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പ്രകൃതിയായിരുന്നു. പക്ഷെ ഇപ്പൊ മടങ്ങി വന്നപ്പോൾ എല്ലാം കോലം തിരിച്ചും വല്ലാത്തൊരവസ്ഥ. എന്നാല് എൻ്റെ പിതാവ് കതക് തുറന്നിട്ട് ചോദിച്ചു, നിന്റെ കറക്കമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞു, ഇനിയെങ്കിലും മര്യാദയ്ക്ക് വീട്ടിൽ ജീവിക്കാം. ഞാൻ പറഞ്ഞു, ജീവിക്കാം. അങ്ങനെ വീണ്ടും എൻ്റെ പിതാവിന്റെ വീട്ടിൽ എനിക്ക് ആശ്രയം തന്നു. എൻ്റെ പിതാവ് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാനായിട്ടിടയായി തീർന്നു. പ്രിയര്, അങ്ങനെ ആ പിതാവിന്റെ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ചിന്ത മുഴുവൻ ഇദ്ദേഹത്തോട് വൈരാഗ്യമാണ്. പക്ഷെ അപ്പൻ എന്നെ സ്നേഹിക്കുകയായിരുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നത് ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ്. അതുവരെ ഞാൻ കരുതിയത് അപ്പൻ എൻ്റെ ശത്രുവാണെന്നാണ്. പക്ഷെ എൻ്റെ പിതാവാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. എന്തായിരുന്നാലും എനിക്ക് വേണ്ടത്, എനിക്ക് ഭക്ഷണം, എനിക്ക് വലിക്കാനുള്ള പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, ഇതെല്ലാം എൻ്റെ പിതാവ് ജോലിയെടുത്ത് വീട്ടിൽ കൊണ്ടു. ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെയെങ്കിലും പ്രശ്നമില്ലാതെ പോകണം. ഒരു 35 വയസ്സ് വരെ ഇവനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കണം. ഇതാണ് എൻ്റെ പിതാവിന്റെ ആഗ്രഹം. അങ്ങനെ ഒരു 6 മാസം വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. നാടൊക്കെ വിട്ട് പോയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് വലിയ ക്ലച്ച് ഒന്നും ആരുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ പഴയ കൂട്ടുകാരൊക്കെ വീണ്ടും വരാൻ തുടങ്ങി, പുറത്തിറങ്ങാൻ തുടങ്ങി. എന്നാൽ അധികം കാലം എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. അങ്ങനെ ജീവിതം. അതിനിടയിലൊക്കെ ഒരുപാട് സുവിശേഷകർ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ എന്നെ വന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ജീവിതം മാറണം, ഇതൊന്നും ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ച് ഹിന്ദുവായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് വിദേശ ദൈവത്തെ കൊണ്ടൊന്നും എന്റെ അടുക്ക വരണ്ട. അവരോട് തർക്കിക്കുകയും ബാധിക്കുകയൊക്കെ ചെയ്തു. അവിടെ തൊട്ടടുത്ത നടക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് ഒരു വീട്ടിൽ. അവര് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവരുടെ വണ്ടിയുടെ കാറ്റൊക്കെ ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. അവര് വന്ന് നോക്കുമ്പോൾ ഒന്ന് കാറ്റ് കാണത്തില്ല. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുപോയത്. പക്ഷെ ഞാനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കാരണം എനിക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ആ ജീവിതം അധിക കാലം മുന്നോട്ട് പോകാൻ ദൈവം അനുവദിച്ചില്ല. ലഹരി തന്നെ എൻ്റെ ജീവിതത്തെ മുക്കി. ഞാൻ ഏത് ഷാപ്പിൽ നിന്ന് കുടി തുടങ്ങിയോ അതേ ഷാപ്പിൽ എൻ്റെ അവസാന ദിവസത്തെ കുടിയും അതേ ഷാപ്പിലായി. ഞാനും എൻ്റെ സ്നേഹിതനും അവിടെ മദ്യപിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പണത്തിന് ആവശ്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ മദ്യപാന ജീവിതമൊക്കെ ഒരു ജ്വല്ലറിയിലുള്ള ജോലി എനിക്ക് കിട്ടിയത് കടം വന്നു. അത് കാരണം അച്ഛന്റെ അവസാനം ഉണ്ടായിരുന്ന സമ്പാദ്യം എനിക്ക് തന്നിട്ടാണ്. നീ ഇനിയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഊട്ടിയിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചിട്ട് 48 ഗ്രാം സ്വർണം എനിക്ക് തന്നു.
അതുകൊണ്ട് ഞാൻ ഒരു ജോലി തുടങ്ങി. പക്ഷെ പണിത് വന്ന് ഈ ജീവിതം കൊണ്ട് വീണ്ടും അത് കടയിൽ കടമായി മാറി, തൊഴിലില്ലാതെയായി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് സ്നേഹിതൻ അദ്ദേഹം ഈ വെഹിക്കിളിനൊക്കെ പഠിക്കുന്ന ഒരു പഠനം, അദ്ദേഹം അതിനുവേണ്ടി പഠിക്കുന്നൊരു ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാംഗ്ലൂർ. ലീവിന് വന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് വന്ന വഴി അവന് വളരെ ലഹരി, എൻ്റെ 2 വയസ്സ് താഴെയാണ്. അപ്പൊ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ രണ്ടുപേരോട് ഒരു വിജനമായ സ്ഥലത്ത് വന്ന് കിടന്നു. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. പക്ഷെ ഞാൻ ആദ്യം ഉണർന്നു കഴിഞ്ഞപ്പോൾ അവൻ ഉണർന്നിട്ടില്ല. എനിക്ക് അല്പം പണത്തിന് ആവശ്യമുണ്ട്. തൻ്റെ കഴുത്തിലൊരു മാല, ഏകദേശം 2 പവനടുത്തുള്ള മാല കിടപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അത് കിട്ടിയാൽ എന്റെ പ്രശ്നത്തിന് പരിഹാരമാവും. ഓനെ ഉറങ്ങുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ അവന്റെ കഴുത്തിൽ നിന്ന് പതുക്കെ അത് ഊരാൻ ശ്രമിച്ചു. അതിങ്ങനെ ഊരിയെടുക്കുന്ന സമയത്ത് അവന്റെ കഴുത്തിൽ ഉരഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി വീണു. നോക്കുമ്പോൾ ഞാൻ സ്വന്തം സ്നേഹിതൻ ഇത് മുഖത്ത് ഞാനിങ്ങനെ മാല പിടിച്ചെന്ന് അവൻ കണ്ടു. അത് എന്റെ ഉള്ളിൽ ഒരു വലിയ ദുരഭിമാനമായി മാറി. ഞാൻ പറഞ്ഞ അവനെ ഒന്ന് ഇത് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രതികരണം വളരെ മോശമായിരുന്നു. പിന്നെ ഞങ്ങൾ മൽപ്പിടുത്തമായി. അങ്ങനെ ആ മൽപ്പിടുത്തത്തിനിടയിൽ എന്റെ കരങ്ങളാൽ ആ മനുഷ്യൻ കൊല്ലപ്പെടുവാനിടയായി. പിന്നെ എന്താ ഒരു പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ്. ഞാൻ ആ വിജനമായ ഒരു സ്ഥലത്ത് ആ ബോഡി ഇട്ടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. രാത്രിയായപ്പോ വന്നു. ഞാൻ ആ ബോഡി അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളി. 5 ദിവസം ഞാനിങ്ങനെ നടക്കുക. പക്ഷെ ഈ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഉറക്കമില്ല, സമാധാനമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. 4-ാമത്തെ ദിവസം ബോഡി കണ്ടെടുത്തു. പോലീസ് അന്വേഷണം തുടങ്ങി. പലരിലേക്ക് അന്വേഷണം നീണ്ടു. പല യൗവനക്കാരെ, അവനുമായിട്ട് ബന്ധപ്പെട്ട അനേകരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോലീസ് അവരുടെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനമില്ല. ഇതിനിടെ എൻ്റെ ഒരു സ്നേഹിതനോട് ഞാൻ പറഞ്ഞിടാ, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. പക്ഷെ അവനിത് ആരോടും പറഞ്ഞില്ല. ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ വന്ന് ഞാൻ ഹാജരായി. ഞാൻ എൻ്റെ സങ്കടങ്ങളെ ഞാൻ എൻ്റെ കുറ്റം ഞാൻ സമ്മതിച്ചു. അദ്ദേഹം എന്നെ അറസ്റ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെങ്ങനെ, എനിക്കൊന്ന് ഉറങ്ങണം സാറേ. അവരെന്നെ ലോക്കപ്പിൽ ഉറങ്ങാൻ അനുവദിച്ചു. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴാണ് പിന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങി. എന്തായിരുന്നാലും അവരുടെ എല്ലാം 3-ാം മുറ ഉപയോഗിച്ച് ചോദ്യം ചെയ്തു. ഞാനാണ് എല്ലാ തെളിവുകളും കൊടുത്തത്. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം അറിയാലോ, ഒരു സ്വന്തം സ്നേഹിതനാണ് മരണപ്പെട്ടത്. അന്നത്തെ വാർത്തകൾ ഒക്കെ വളരെ, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിൽ അന്നത്തെ വാർത്തകളൊക്കെ വളരെ ഭയാനകമായിരുന്നു. കേൾക്കുന്നവരുടെ എല്ലാം ഉള്ളത്തിൽ ഒരു വല്ലാത്ത, ഞാനിത് പറയുമ്പോൾ തന്നെ പലരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അവസ്ഥ വരും. പ്രിയരെ, മദ്യവും മയക്കുമരുന്ന് മനുഷ്യ ജീവിതത്തെ തകർക്കുന്നതിന്റെ, അത് നിമിത്തം തകർന്നു പോയി അത് നിമിത്തം കുറ്റവാളികളായി മാറുന്നവരുടെ പട്ടികകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നത് എൻ്റെ ജീവിതത്തിൽ, ഞാൻ ആ പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ്റെ സ്കൂളിന്റെ മുമ്പിൽ എന്നെ അറസ്റ്റ് ചെയ്ത 3-ാമത്തെ ദിവസം കൊണ്ടുവന്ന് ഇറക്കി. എൻ്റെ സ്കൂളിന്റെ മുമ്പിൽ ഇറക്കുന്നത്. പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഈ 3-4 ദിവസത്തെ വാർത്തകൾ കൊണ്ട്, 3-5 ദിവസത്തെ വാർത്തകൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത അതില് ക്രൂരനായ നീചനായ കൂട്ടുകാരനെ ചതിച്ചു കൊലപ്പെടുത്തിയ ആ കുറ്റവാളിയെ കാണാൻ വേണ്ടി എന്റെ നാട്ടിൽ വലിയ ജനം വന്നുകൂടി. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കാണാമല്ലോ. അന്ന് നേരിട്ട് വരിക. എന്നെ 10-40 പോലീസുകാരന്മാരുടെ നടുവിലൂടെ കയ്യാമം വെച്ചവനായി, ഞാൻ തലകുനിക്കപ്പെട്ടവനായി ഞാൻ നടന്നു പോവുകയാണ്. ആ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചു പറയുന്നു, നീചൻ, ശപിക്കപ്പെട്ടവൻ, നീ ഗുണം പിടിക്കത്തില്ല. അങ്ങനെ അമ്മച്ചിമാരും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും അടക്കമുള്ളവർ പറയുകയാണ്. കാരണം അവരെല്ലാം അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ് ഞാൻ കാരാഗ്രഹത്തിനകത്തേക്ക് പ്രവേശിപ്പാനിടയായി. 1993 ഒക്ടോബർ മാസം, 91 സെപ്റ്റംബർ മാസം 11-ാം തീയതിയാണ്, ഈ 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത് 26-ാം തീയതിയോട് കൂടി അവർ 27-ാം തീയതിയോട് എന്നെ ജയിലിലാക്കി, സബ് ജയിലിലാക്കി. പിന്നീട് വിസ്താരമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു വർഷം ജാമ്യത്തിന് ഇറങ്ങാൻ അവസരം. ഇതിനിടയിൽ എൻ്റെ പിതാവ് ഒരു മാനസിക രോഗിയായി മാറി. എന്ന് വെച്ചാൽ ഈ കേസിൽ ഞാൻ അകപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിതാവിന്റെ മനോനില തെറ്റി. എന്നെ കാണാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നു. അന്ന് ജി സ്റ്റീഫൻ എന്ന് പറയുന്ന കൊല്ലംകാരനുമായിട്ടുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു കേസിന്റെ കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്നെ കാണാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എൻ്റെ പിതാവിനോട്, രാമകൃഷ്ണാചാരി, തന്റെ മകൻ ഈ തെറ്റ് ചെയ്തു എന്ന് താൻ കരുതുന്നുണ്ടോ? എൻ്റെ പിതാവ് സംശയലേശമന്യേ പറഞ്ഞൊരു പദമുണ്ട്, ഇവനല്ലാതെ വേറെ ആരും ചെയ്യില്ല സാറേ. ഇവന്റെ കുഞ്ഞു പ്രായം മുതൽ ഞാൻ ശ്രദ്ധിച്ചു വരികയാണ്. കാരണം
ഞാൻ ഇവനെ സ്നേഹിച്ചു, ലാളിച്ചു, ശിക്ഷിച്ചു, അവന് വേണ്ടതെല്ലാം കൊടുത്തു. എല്ലാ പരീക്ഷണവും കഴിഞ്ഞു സാറേ. എനിക്ക് ഇവനെ നന്നാക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കെങ്കിലും ഇവനെ നന്നാക്കാൻ കഴിയുമെങ്കിൽ നന്നാക്കണമെന്ന് പറഞ്ഞ് എന്റെ പിതാവ് അവിടെ വെച്ച് എന്റെ കരണത്തൊരു അടിയടിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങിപ്പോയത് വീട്ടിലേക്കല്ല, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക്. അവിടെ മെന്റൽ വിഭാഗം, സൈക്കാട്രി വിഭാഗത്തിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. 7 മാസക്കാലം അദ്ദേഹം അവിടെ കിടന്നു. ഞാൻ ആ സമയത്ത് സബ് ജയിലിലാണ്. ആരും അന്വേഷിക്കാനില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എല്ലാ 14 ദിവസം കൂടുമ്പോൾ കോടതി കൊണ്ട് ഹാജരാക്കും, തിരിച്ചു കൊണ്ടുപോകും. എന്നാൽ 7 മാസം കഴിഞ്ഞ് എന്റെ പിതാവ് സുബോധം വന്നവനായി വീട്ടിൽ മടങ്ങി വന്നു. എന്നെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. 11ാമത്തെ മാസം എന്റെ പിതാവ് മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് എന്നെ കാണാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം വന്ന് ഒരു 3 മണിയായ സമയത്ത് അദ്ദേഹം ആ ജയിലിന്റെ ഗേറ്റിന്റെ വിടവിലൂടെ നോക്കുമ്പോൾ കുറെ പേരെ അടച്ചിട്ടേക്കണു. ഞാൻ അവർക്കൊക്കെ ചായ കൊണ്ടു കൊടുക്കുന്നു. 11 മാസമായപ്പോ ഞാൻ ജയിലിലെ സീനിയർ തടവുകാരനായി. എനിക്ക് കിച്ചണിൽ ജോലി കിട്ടി. അപ്പൊ ഞാനിങ്ങനെ നടക്കണം. എന്റെ പിതാവിന് പെട്ടെന്ന് ഒരു ഇതുണ്ടായി, ഇന്ന് എല്ലാവരും പൂട്ടിയിട്ടുണ്ട്, ഇവരെ മാത്രം സ്വതന്ത്രം. അപ്പൊ ഇവനെന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. സൂപ്പറിനെ കണ്ടിട്ട് എന്നെ ഇന്റർവ്യൂ ഉണ്ട്. മോനെ, നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാം, ഇനി പഴയ ജീവിതത്തിലേക്ക് പോകരുത്, പറ്റുമോ? ജയിലിൽ കിടക്കുകയല്ലേ, എങ്ങനെയെങ്കിലും പുറത്തു വന്നല്ലോ. അച്ഛനോട് പറഞ്ഞു, ധൈര്യമായിട്ട് ജാമ്യം ഇറക്കി, ഞാൻ പോരാ. ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം വന്നു. ഞാൻ ഇറങ്ങി. 12 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ സബ് ജയിലിൽ ജാമ്യം ഇറങ്ങി എന്റെ വീട്ടിൽ വന്നു. അപ്പൊ എല്ലാ 15 ദിവസം കൂടുമ്പോഴത്തേക്കും സർക്കിൾ ഓഫീസിൽ പോയി ഒപ്പിടണം. അതാണ് ജാമ്യ വ്യവസ്ഥ. 15ാമത്തെ ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു 500 രൂപ താ. അപ്പൊ എനിക്ക് വേണ്ടി വണ്ടി വിളിച്ച് വന്നേക്കുക. എന്നാടാ കാര്യം? അത് എനിക്ക് സ്മോൾ അടിക്കണം. അച്ഛൻ പറഞ്ഞു പൈസ തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോകത്തില്ല, അച്ഛനകത്താവും. ജാമ്യം എടുത്ത് അച്ഛനെ ഞാൻ കുടുക്കി. ആ മനുഷ്യൻ വേറെ ഗത്യന്തരമില്ലാതെ എനിക്ക് പൈസ തന്നു. പക്ഷെ ഇതൊന്നും ദൈവം അങ്ങ് വെച്ച് പൊറപ്പിക്കത്തില്ലെന്നേ. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതത്തില് പിതാവ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. എന്റെ കേസ് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. 1993 ഒക്ടോബർ മാസം 12-ാം തീയതി എറണാകുളം CBI കോർട്ട് എന്നെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. മറ്റേ മോഷണം, മറ്റു കാര്യങ്ങളൊക്കെ, മറ്റു വകുപ്പ് തെളിവ് നശിപ്പിക്കൽ, അതിന് വേറെ 7 വർഷം. അങ്ങനെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവനായി 13-ാം തീയതി 2 പോലീസുകാരുടെ അകമ്പടിയോടെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോവുക. അവിടെ ചെന്നു. ഉച്ച കഴിഞ്ഞ സമയത്ത് എന്നെ അവിടെ അഡ്മിഷൻ മുറിയിൽ എത്തിച്ചു. അഡ്മിഷൻ എടുത്തു. അവിടെ നിന്ന് നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ വലിയ വാതിലിന്റെ മുമ്പിൽ ഒരു ചെറിയ കിളിവാതിലുണ്ട്. ഞാൻ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പോവാ. എനിക്കറിയത്തില്ല എന്താ നടക്കാൻ പോണെന്ന്. പല നടയടി ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇച്ചിരി തടി എനിക്കും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുനിഞ്ഞു വേണം കയറാൻ. ഞാൻ കുനിഞ്ഞ് എന്റെ ആ ജയിലിൽ എനിക്കുള്ള അനുവദിച്ച ജയിലിനകത്തേക്ക് ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് ആ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന നൂല് ശശി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതിന്റെ പേര് നൂല് ശശി എന്നാണ്. ഭയങ്കര ഇടികാരനാണ്. അദ്ദേഹത്തിന്റെ എന്താണ് മുഴങ്കൈ, മുട്ടുകൈ എന്റെ മുതുകത്താ വന്ന് വീണത്. ഞാനിങ്ങനെ 4 കാലും മലച്ച് ഈ പശുവൊക്കെ വീഴണ പോലെ ഞാൻ വീണു. പിന്നെ അവിടെ നിന്ന് എല്ലാവരോടും കൂടി ഒരു 5 മിനിറ്റ് കൊണ്ട് അവര് കാര്യം കഴിച്ചു. പിന്നെ അവര് എന്നെ പിടിച്ചെണീപ്പിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. വെടിക്കെട്ട് കൂട്ടവെടി നടന്ന പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. എന്തായിരുന്നാലും അവിടെ നടക്കുന്ന പിന്നെ പേടിയായി. എന്താ നടക്കണമെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങോട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കും? ഒരു വല്ലാത്ത ലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത് എനിക്ക് മനസ്സിലായി. കാണുന്നവരെല്ലാം രൂക്ഷമായി നോക്കുന്നത്. കാരണം പേപ്പറിൽ വാർത്ത വന്നേക്കല്ലേ, അതുകൊണ്ട് എല്ലാവരും നോക്കിയിരിക്കുക. അങ്ങനെ ചെല്ലുന്ന 2-3 നടയുണ്ട്. ആ 2-3 നടയിൽ ആവശ്യമായത് കിട്ടി. അവസാനം ഒരു സ്റ്റോർ റൂമിന്റെ മുമ്പിൽ ഞാൻ എത്തി. അവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യാനൊക്കെ ആൾക്കാരിരിക്കുക. തടവുകാരും വന്നൊക്കെ ചോദ്യം ചെയ്യുക. എന്നാന്നറിയത്തില്ലല്ലോ. വന്ന് പറയും. അത് അന്നത്തെ തന്റെ ഇടത്തിൽ കുറച്ചൊക്കെ പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പറഞ്ഞാൽ അവരിടിച്ച് നട്ടല് കൂരും. അതുകൊണ്ട് തൊഴുതും പിടിച്ചൊക്കെ നിന്ന് രാത്രിയായപ്പോ ഒരു 4:30 ആയപ്പോഴത്തേക്ക് എനിക്കൊരു ചമുക്കാളം, ഒരു പായ, ഒരു മൊന്ത, 2 പ്ലേറ്റ്, ഒരു ഗ്ലാസ്, പിന്നെ എനിക്ക് ധരിക്കാനുള്ള വസ്ത്രം, ഇത്രയും എന്റെ വസ്ത്രമൊക്കെ ഊരി മേടിച്ചു വെച്ചിട്ട് കാരാഗ്ര വസ്ത്രം ധരിച്ച് ഒരു ബ്ലോക്കിലേക്ക് എന്നെ കൊണ്ടുപോയി. 10-40ഓളം പേര് കിടക്കുന്ന ഒരു ബ്ലോക്ക്, അഡ്മിഷൻ ബ്ലോക്ക്. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് വീരന്മാര്. നമ്മളെ ഇങ്ങനെ ചോദ്യം ചെയ്യാനും, നമ്മളെ ഇങ്ങനെ ഈ കോളേജിലൊക്കെ റാഗിങ് ചെയ്യണ പോലെ. എന്താണേലും അതൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ. അതൊക്കെ സഹിച്ച് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു മൂലയ്ക്ക് കക്കൂസിന്റെ വാതിക്കൽ എനിക്ക് പാകുന്നു. അതാ അവിടുത്തെ ചിട്ട. കാരണം നല്ല സ്ഥലത്തൊന്നും കിടത്തത്തില്ല. ആദ്യം അഡ്മിഷൻ വന്നതല്ലേ, അവന് ഈ ജയിലിന്റെ തുടങ്ങേണ്ട സ്ഥലം കക്കൂസിന്റെ വാതിക്കലാണ്. അവിടെ കൊണ്ട് പായിട്ട് എന്നുവെച്ചാൽ പായ എപ്പോഴും വിടുത്തിയിട്ട് കിടക്കാൻ പറ്റത്തില്ല. എല്ലാവരും കക്കൂസിലൊക്കെ പോയി വന്നതിന് ശേഷം ഒടുവിലേ കിടക്കാൻ പറ്റുന്നത്. അതാണ് ശിക്ഷ, അവിടുത്തെ 1ാമത്തെ ശിക്ഷ. എന്തായിരുന്നാലും അവിടെ പായം വെച്ച് ഞാനിങ്ങനെ മുട്ടുകാലും കെട്ടി ഇങ്ങനെ മുമ്പോട്ട് നോക്കുമ്പോൾ 2 ജനലയുടെ വലിയ ഇരുമ്പഴി
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ഇരുമ്പ് വാതില് അത് പൂട്ടിയിട്ടേക്കണത്, അതിനകത്താണ് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ നല്ല യൗവനത്തിൽ ഇങ്ങനെ ഈ കാരാഗ്രഹത്തിനകത്തേക്ക് ഞാൻ വരേണ്ടി വന്നത്? അത് എന്നോട് തന്നെ ചോദിച്ച ചോദ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എനിക്കറിയാം മദ്യപാനവും ഈ ദുർനടപ്പായ ജീവിതം കൊണ്ടാണ്. പക്ഷെ ഇത് വേണ്ടെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് പല പ്രാവശ്യം. ഇത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിനി മദ്യപിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുപ്പി ഉടച്ചു കളഞ്ഞിട്ടുണ്ട്, മയക്കുമരുന്ന് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, കഞ്ചാവ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ ഉപേക്ഷിച്ചിട്ട് വീണ്ടും എന്നെ തന്നെ പിന്തുടരുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്നാന്ന് എനിക്കറിയത്തില്ല. എന്റെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിച്ചു. ഇതിനിടയിൽ എന്റെ പിതാവ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും, അവർക്ക് എന്നെ ഓർക്കാൻ പോലും സമയമില്ല. കാരണം ഞാൻ ചെയ്തു വെച്ച ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ തകർന്നു പോയത് എന്റെ കുടുംബമാണ്. കാരണം അങ്ങനെ ഒരു കേസുണ്ടായ നാട്ടുകാരെല്ലാം എന്റെ വീട്ടുകാരെ ഒറ്റപ്പെടുത്തി. എന്റെ അനുജന്മാര് പഠിച്ചുകൊണ്ടിരുന്ന പ്രീ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ജയിച്ചു, ഒരനിയൻ SSLC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, എന്റെ പെങ്ങള് പാസ്സായി. ഇവരൊന്നും പഠിക്കാൻ പോയില്ല, അവരുടെ ഭാവി അടഞ്ഞു പോയി. കാരണം ഞാൻ ചെയ്ത ഈ ക്രൂരകൃത്യം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഈ തിന്മ കൊണ്ട് തകർന്നു പോയത് എന്റെ കുടുംബമാണ്, എന്റെ സ്നേഹിതന്റെ കുടുംബമാണ്. എന്തായിരുന്നാലും എനിക്ക് ആ ജയിലിനകത്ത് കിട്ടിയ സ്ഥലത്ത് ഞാനിങ്ങനെ കിടക്കുക. മണിയടിച്ചാൽ ഭക്ഷണം കിട്ടും. രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ഭക്ഷണം, ചുറ്റും കാവൽക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഉറക്കമില്ല. എന്റെ മനസ്സിങ്ങനെ പായുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ശാരീരികമായി ഞാൻ തകർന്നു. കാരണം പോലീസിന്റെയും ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെയും മർദ്ദനമുറ എന്റെ ജീവിതത്തിൽ ശാരീരികമായി തകർത്തു, മാനസികമായി തകർത്തു. പിന്നെ എന്നെ ജോലി തിരിച്ച് എനിക്കൊരു ജോലി തന്നു. ആ ജോലി എന്ന് പറയുന്നത് കൊല്ലപ്പെരയിലാണ്. ജയിലിനകത്ത് സ്വർണ്ണപ്പണി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന. സൂപ്രണ്ട് ചോദിച്ചു എന്നാ ജോലി? ഞാൻ പറഞ്ഞത് എനിക്ക് ഇവിടെ സ്വർണ്ണമൊന്നും പണിയാനില്ല, വേണേ നീ ഇരുമ്പ് പോയി പണിതോളാൻ പറഞ്ഞ് എന്നെ കൊല്ലപ്പെരയിലേക്ക് വിട്ടു. 8 മണിക്കൂർ ജോലി ചെയ്താൽ ₹1.40 കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അവിടുത്തെ. അപ്പൊ എല്ലാം കൊണ്ടും ജയിലിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഒന്നാമത് മനസ്സിന് സമാധാനമില്ല, അവിടുത്തെ സാഹചര്യം. അപ്പൊ അവിടെയും കിട്ടും, മയക്കുമരുന്നുകളൊക്കെ അവിടെയും കിട്ടും. കാരണം ജയിലിൽ എന്ന് പറഞ്ഞാലും ഈ ആവശ്യക്കാരന് അതിന്റെ നിലയിലെ കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ എന്തായിരുന്നാലും നനഞ്ഞിറങ്ങി കുളിച്ചു കയറാമെന്നുള്ള നിലയിൽ അതിനകത്ത് എന്റെ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ ജയിൽ ജീവിതം ആരംഭിച്ചു. ഓരോ ദിവസം ചെല്ലുന്തോറും എന്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ മറ്റൊന്നുമല്ല, നല്ല യൗവനം ഞാൻ നഷ്ടപ്പെടുത്തി. എന്റെ അമ്മയും എന്റെ അച്ഛനും അതുപോലെ മറ്റുള്ളവരൊക്കെ എന്നെ സ്നേഹിച്ചിട്ട് അവരുടേതായ വാക്ക് കേൾക്കാതെ, അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഞാൻ ജീവിച്ചതിന്റെ ആ ഒരു പരിണിത ഫലമാണ് ഞാൻ ഇവിടെ എത്തിയെന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി ഒരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ല. ജീവിതം തകർന്നു. ഇനി പ്രതീക്ഷ വെക്കാൻ മനുഷ്യരായിട്ട് ആരുമില്ല. ഒരു വ്യക്തി പോലും ഒന്ന് ആശ്വസിപ്പിക്കാനില്ല. പിന്നെന്തോ ചെയ്യുക ജീവിതത്തിൽ? അവിടുത്തെ ജയിലിലൊക്കെ നിയമങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അതിലൊരു നിവൃത്തിയില്ല. ജോലിക്ക് പോകണം, കാര്യങ്ങൾ ചെയ്യണം, അത് നിർബന്ധമായ കാര്യം. അങ്ങനെ വീർപ്പ് മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ ദൈനംദിനം പോവുക. അപ്പൊ അവിടെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്ക് ഉണ്ട്. അവരവരുടേതായ മതത്തിന്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്തായിരുന്നാലും കഷ്ടതയിലായി കഴിഞ്ഞപ്പോഴാണ് എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതായ ഭക്തി മാർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെയും സമാധാനമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ പഠിപ്പിച്ച ഇഷ്ടദേവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഒരു രക്ഷയില്ല. സമാധാനം കിട്ടണ്ടേ? സ്വസ്ഥ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ദൈനംദിനം ഓരോ ദിനങ്ങളിലും മുന്നോട്ട് പോകുന്നത്. ഒരു രാത്രി ഞാൻ ഒരു ഭീതിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു. ആ സ്വപ്നമാണ് എനിക്കൊരു വഴിത്തിരിവായത്. ആ സ്വപ്നം ഇങ്ങനെയാ: ഒരു ചുവന്ന തൂക്കുകയർ തൂങ്ങിക്കിടക്കുന്നു. തൊട്ടടുത്തൊരു പുസ്തകം, ഒരല്പം പ്രകാശമുണ്ട്. ഇത് രണ്ടും കണ്ടു. എന്റെ ശ്രദ്ധ മുഴുവൻ ഈ തൂക്കുകയറിലായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഭീതി ഉണ്ടായി. ഇനി എന്റെ കേസ് ഹൈക്കോടതിയിൽ നടക്കുക. സെഷൻസ് എന്നെ ശിക്ഷിച്ച ഹൈക്കോടതിയിൽ കേസ് നടക്കുക. ഇനി ഹൈക്കോടതിയിൽ എനിക്ക് ജീവപര്യന്തം മാറ്റി തൂക്കുകയർ കിട്ടുമോ? അതൊരു ഭയമായി. എന്തായിരുന്നാലും ഞാന് ജയിലിനകത്ത് ഞങ്ങളുടെ അപ്പീല് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന SI സുഗതൻ എന്ന് പറയും, എല്ലാവരും അറിയുന്ന ആളാണ്. ഒരു കൊലക്കേസിൽ പ്രതിയായിട്ട് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം, ഞാൻ അവിടെ കിടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അദ്ദേഹമാണ് ഞങ്ങളുടെ അപ്പീല് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഞാൻ എന്റെ കേസിന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. സാറേ ഇങ്ങനെയാണ്, അപ്പൊ എനിക്ക് ജീവന് ശിക്ഷിച്ചതാണ്, ഇനി അത് മാറി ഹൈക്കോടതിയിൽ വരുമ്പോൾ അത് വധശിക്ഷയായിട്ട് അങ്ങ് മാറുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് ഇതിന് അങ്ങനെ വരാൻ വഴിയില്ല എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല.
ഞാൻ എൻ്റെ മുറി വന്നിങ്ങനെ കിടന്ന് ഓരോ രാത്രിയിലും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഒടുവിലായിട്ട് എനിക്കൊരു ചിന്ത വന്നു, എന്തായിരുന്നാലും ജീവിക്കാൻ വേറെ ഒരു വഴിയില്ല, സ്നേഹിക്കാനാണെങ്കിൽ ആരുമില്ല. പെറ്റ അമ്മ മറക്കുമോ തന്റെ കുഞ്ഞിനെ എന്ന് ബൈബിൾ പറയുന്നു. എൻ്റെ അമ്മയും മറന്നു, എൻ്റെ സഹോദരങ്ങൾ മറന്നു, ആരുമില്ല. ഒരു കണ്ണിനും ദയ തോന്നാത്തൊരു ജീവിത സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നൊരു പശ്ചാത്തലം. കണക്ക് കൂട്ടിയിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു. ആരോടും സങ്കടം പറയാനില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു രാത്രി എൻ്റെ ഉടുമുണ്ട് ഞാൻ ഒരു കുടുക്കാക്കി മാറ്റി. എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ജയിലിനകത്ത് എൻ്റെ മുറിയിലെ കഴുക്കോലിൽ കയറി കെട്ടി ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഞാൻ പതുക്കെ എഴുന്നേറ്റ് വരുമ്പോ ആരെങ്കിലുമൊക്കെ ഉറങ്ങാതിരിക്കും. അപ്പൊ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടും മരിക്കാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യം എൻ്റെ ഉള്ളിലുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു സ്നേഹിതൻ, അദ്ദേഹം കുട്ടനാട് സ്വദേശിയാണ്, മാത്തൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇങ്ങനെ സുഖമായിട്ട് എൻ്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കാല് വാട്ടി തലയാട്ടി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. 9 മണി ഞാൻ പിന്നെ ജയിലിനകത്ത് എഴുന്നേറ്റ് നടക്കാനൊന്നും പാടില്ല, കാരണം അവനവന്റെ പായി കിടന്നോണം. ഉദ്യോഗസ്ഥന്മാരിങ്ങനെ വന്ന് നോക്കും. അപ്പൊ 9 മണി ഞാൻ കിടന്ന് അവനവന്റെ കാര്യം, ഉറങ്ങിയില്ലെങ്കിലും കിടന്നോണം, അതാണ് അവിടെ നിർബന്ധ കാര്യം. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്നേഹിതന്റെ തലയ്ക്കും ഭാഗത്ത് ഒരു ചുവന്ന കളറ് കണ്ടു. ഞാൻ പതുക്കെ ചമുക്കാളം ഒന്ന് പൊക്കി നോക്കി. അപ്പൊ അതൊരു ബൈബിളായിരുന്നു. ഞാൻ കുറച്ചു നേരം അതിലിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പുസ്തകത്തിനകത്ത് എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്തെങ്കിലും കാണുമോ? എൻ്റെ ഹൃദയത്തിൽ ഒരു വാഞ്ച, ഈ പുസ്തകത്തിനകത്ത് എന്നെ എന്തെങ്കിലും ആശ്വസിപ്പിക്കുന്നത് കാണുമോ എന്ന് ചിന്തയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ പുസ്തകം തരാമോ? അദ്ദേഹം വേഗം ആ പുസ്തകം എനിക്ക് തന്നു. അദ്ദേഹം ഇടയ്ക്കൊക്കെ കഞ്ചാവ് എനിക്ക് കൊണ്ടുതരുന്ന ആളാ, ഈ പുസ്തകം വായിക്കാറൊന്നുമില്ല. പക്ഷെ അന്ന് രാത്രി എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായി ഒരു ഇടപെടൽ നടന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പുസ്തകം എൻ്റെ ഭാവി ജീവിതം അടച്ച് ഇരുളിലേക്ക് തള്ളിവിട്ട സമയത്ത് ഇതാ മറ്റൊരു പുസ്തകം എൻ്റെ ജീവിതത്തിന്റെ ഏട് തുറക്കാൻ തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഈ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് മൺമറയണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഇല്ല, നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ചില പദ്ധതികളുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനോട് വിട പറ. ഇല്ല, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ പറയട്ടെ, ജയിലിനകത്ത് എത്രയോ തടവുകാർ കിടപ്പുണ്ട്. അന്ന് ഞാൻ ഈ മനുഷ്യന്റെ അടുക്കൽ വന്ന് കിടക്കാൻ കാരണം ഒരാൾ പരോള് പോയി. കക്കൂസിന്റെ വാതിക്ക് കിടന്ന് എനിക്ക് കക്കൂസിന്റെ വാതിക്കൽ നിന്ന് പ്രൊമോഷൻ കിട്ടി വന്ന് ഈ പുള്ളിയുടെ അടുക്ക വന്ന് കിടക്കാനായിട്ട് ദൈവത്തിന്റെ കരുതലൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അവിടെ കക്കൂസിന്റെ വാതിൽ കിടന്നവനാണ്. അപ്പോഴാണ് ഒരുത്തൻ പരോള് പോയപ്പോഴത്തേക്ക്, ഒരു തടവുകാരൻ പരോള് പോയപ്പോഴത്തേക്ക് ആ സീറ്റിലേക്ക് എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ഇവിടെ വന്ന് കിടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളുടെ കയ്യിലാണ് ഞാൻ ഈ ബൈബിൾ കണ്ടത്. ഞാൻ ചെന്ന അന്ന് മുതൽ ഇത് അവിടെ ഉണ്ട്. പക്ഷെ ആ സ്ഥലത്തേക്ക് വരാൻ പോലും ദൈവം എനിക്ക് വഴിയൊരുക്കി. ദൈവം കരുതുന്നവനാ, ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാ. എന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വഴി അടഞ്ഞു പോയി, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഞാൻ എന്തു ചെയ്യും, ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുമ്പിൽ ഉള്ളതെന്ന് ചിന്തിക്കുന്ന പ്രിയരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പരിഹാരം വരുത്തിയ ഒരുവൻ ഉലകത്തിൽ ജീവിക്കുന്നുണ്ട്. അവന്റെ പേര് യേശു എന്ന. രാധാകൃഷ്ണൻ അത് അറിയത്തില്ല, കാരണം രാധാകൃഷ്ണൻ ആരും അത് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാൻ വന്നവരോട് അത് മനസ്സിലാക്കാനോട്ട് മനസ്സും കാണിച്ചിട്ടില്ല. പക്ഷെ ഇതാ എല്ലാം അസ്തമിച്ചു, ഇനി ഒരിക്കലും ഒരു വഴിയില്ലെന്നും പറഞ്ഞ് മരിക്കാൻ ഉടുമുണ്ട് കയറാക്കി കുടുക്കാക്കി വെച്ചിരിക്കുമ്പോൾ ആമേൻ, അതിന്റെ മുമ്പിൽ ഒരു വിശുദ്ധ വേദപുസ്തകം എൻ്റെ മുമ്പിൽ എനിക്ക് ലഭ്യമാകുന്നു. ഞാൻ ആർത്തിയോടെ ആ പുസ്തകം, വീട്ടിലൊക്കെ ഭാഗവതം രാമായണം ഉണ്ട്, കണ്ണടച്ച് പിടിച്ചോണ്ട് പുസ്തകം തുറന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നതാണ് ദേവനോ ദൈവമോ സംസാരിക്കുന്നത്. പ്രിയരെ, ഞാൻ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം ബൈബിൾ തുറന്നു, കണ്ണു തുറന്നു നോക്കി. എനിക്ക് അതിനകത്തൊരു വേട് കിട്ടി. ആ വേട് ഇതാണ്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിന്റെ ഒടുവിലത്തെ പദം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. എന്താല്ലേ, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നൊരു പദം ജീവിതത്തിൽ ഒരിക്കലും ബൈബിള് തുറന്നു നോക്കാത്ത, ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് എൻ്റെ മുമ്പിൽ കിട്ടിയ ആ ഒരു വേട്, അതിലെന്താ ഇത്ര ആശ്ചര്യം ഇരിക്കുന്നത്?
പക്ഷെ ഉണ്ട് പ്രിയരെ, രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് ചില ആശ്ചര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്നാ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി പഞ്ചകളെ വെറുവിടുകുമരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തകളും ഭാവങ്ങളും വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനമാണ് ആ രാത്രി മരണം മുന്നിൽ നിന്ന് മാടി വിളിക്കുന്ന സമയത്ത്, മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്ന സമയത്ത് എന്റെ കൈകളിലേക്ക് വന്നത് ജീവനും ചൈതന്യവും നൽകുന്ന ദൈവത്തിന്റെ വചനമാണ്. എന്താ ഞാൻ വായിച്ചത്? ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ? ഏത് ദൈവത്തോട്? സ്വർഗത്തിലെ ദൈവത്തോട്. എന്റെ വീട്ടിൽ ആരും സ്വർഗത്തെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ദേവനും അസുരനും. ഞാനാണെങ്കിൽ അസുര ഗണത്തിൽ പിറന്ന വ്യക്തിയാണ്. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് തന്നെ നാളും നാഴിക നോക്കിയിട്ട് ഏത് ഗണത്തിലാണെന്നുള്ളത് ഞാൻ ജനിച്ചിരിക്കുന്ന അസുര ഗണത്തിലാണ്. ദേവഗണത്തിൽ ജനിക്കണം, നല്ല ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ആയിട്ട് ജീവിക്കണം. അത് ഞങ്ങളുടെയൊക്കെ രീതി അതാ. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല എന്നും പറഞ്ഞ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്താണ് ഇതാ ഇവിടെ എന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ വായിക്കുക. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആരോ എന്റെ അകത്ത് പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. രാമനാമം ജപിക്കാനും ശ്ലോകം ചൊല്ലാനും മാത്രം പഠിച്ച രാധാകൃഷ്ണൻ ക്രിസ്തീയ പ്രാർത്ഥന അറിയത്തില്ല. എന്തു ചെയ്യും? എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഇത് ആരാ പ്രാർത്ഥിക്കുന്നത്, ഈ പ്രാർത്ഥിച്ച ആളെ അറിയണം. അങ്ങനെ ഞാൻ 1-ാം അധ്യായത്തിലേക്ക് വന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ മീഡിയയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ് നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് പോകില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ വേദനയോടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ആ വേദപുസ്തകം ഒന്ന് തുറക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? ആ പുസ്തകം തുറന്നാൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഇടപെടൽ നടക്കും. സ്വർഗം തുറക്കും നിങ്ങളുടെ മുകളിൽ. ബൈബിളിൽ തന്നെ തെളിവുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. എത്യോപ്യയിൽ നിന്നും ദൈവത്തെ ആരാധിക്കാൻ യെരുശലേമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയെ കണ്ടാണ്. അദ്ദേഹം ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ തന്റെ രഥത്തിൽ ഇരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുക. അദ്ദേഹം ആ യെരുശലേമിൽ നിന്ന് വന്നപ്പോൾ അന്ന് തോൽ ചുരുൾ വാങ്ങിച്ച് മടങ്ങിപ്പോകുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം വായിക്കുന്ന ഭാഗം ഇതാണ്. എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാണ് അദ്ദേഹം വായിക്കുന്നത്. അതിന്റെ 6-7 വാക്യങ്ങൾ. രോമം കത്തിരിക്കുന്ന കൊണ്ടുപോകുന്ന ആടുകളെ പോലെ, അമേൻ, അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു, ഉരിയാടാതിരുന്ന ഒരു പദമാണ് അദ്ദേഹം വായിച്ചത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ ചിന്തയുണ്ടായി. ഇത് ആരെ കുറിച്ചാണ് പ്രവാചകൻ എഴുതിയിരിക്കുന്നത്? തന്നെ കുറിച്ചാണോ അതെയോ മറ്റാരെങ്കിലും കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ഒരു ചിന്ത ഉള്ളിലുണ്ടായപ്പോൾ ശ്രദ്ധിക്കണം പ്രിയരെ, ആ നിമിഷം സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതനോട് പറഞ്ഞു, ഫിലിപ്പോസിന്റെ അടുക്കൽ പോയി ആ ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ. കണ്ടോ, നീ ബൈബിൾ തുറക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാൻ ഈ പുസ്തകം ഒന്ന് തുറക്കാൻ ആര് തയ്യാറാകുന്നോ അവന് മുകളിൽ സ്വർഗം തുറക്കും, ഇടപെടൽ നടക്കും. ഞാൻ 1-ാം അധ്യായം വായിച്ചു. നെഹമ്യാവെന്ന് മനസ്സിലായി. നെഹമ്യാവ് ഇങ്ങനെ തന്റെ നാട്ടിൽ നടന്ന കുറെ കാര്യങ്ങള്, പ്രവാസിയായി താൻ ഇവിടെ ഒരു രാജാവിന്റെ അടിമയായിരിക്കുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് ചിലരോട് തന്റെ ജീവിത കാര്യങ്ങളൊക്കെ, നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പിതാക്കന്മാരുടെ കല്ലറകൾ, മതിലൊക്കെ തകർന്ന്, പട്ടണമൊക്കെ വളരെ പാരമ്പര്യമുള്ള, വളരെ നല്ല നിലവാരമുണ്ടായിരുന്ന ആ പട്ടണം തകർന്നു കിടക്കുന്നു. അതിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്റെ ഉള്ളത്തിൽ വലിയ വേദനയുണ്ടായി. തന്റെ ഹൃദയത്തിനകത്ത് വളരെ ഭാരമുണ്ടായി. അതൊന്ന് മാറ്റി ഒന്ന് ക്രമീകരിക്കണമെന്നൊരു ആഗ്രഹം നെഹമ്യാവിനുണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത് ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാത്രമല്ല, താൻ ദൈവത്തോട് തന്റെ തെറ്റുകൾ, തന്റെ പിതാക്കന്മാർ ചെയ്ത തെറ്റുകളൊക്കെ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്തായിരുന്നാലും എനിക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഒരു പൊട്ടനെ പോലെ ഞാൻ നെഹമ്യാവുമായിട്ട് കൂട്ടുകൂടി. ഞാനും അദ്ദേഹം പറഞ്ഞ പോലെ പറയാൻ തുടങ്ങി. 1-ാം അധ്യായം തീർന്നു. അതിന്റെ അവസാന ഭാഗത്ത് വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു പദമുണ്ട്, എന്നെ ഹഠാത് ആകർഷിച്ചൊരു പദമാണ്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ദൈവമേ, ഇന്ന് ഈ മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് കരുണ ലഭിക്കണം. 2-ാം അധ്യായം തുടങ്ങുന്ന രാജാവിന്റെ മുമ്പിൽ പാനപാത്രവാഹകനായി താൻ ഇരിക്കുന്നു. രാജാവ് തന്നെ മുഖം ദർശിക്കുന്നു. രാജാവ് തന്നെ നോക്കുമ്പോൾ തന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ദീനമല്ല, അത് രോഗമല്ല, ഇത് എന്തോ മനോവിഷമമാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത്
ആ അപേക്ഷ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് രാധാകൃഷ്ണൻ വായിച്ചത്. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടെന്നുള്ളത്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയോ? താഴത്തേക്ക് പിന്നെ വായിക്കുമ്പോൾ, തനിക്ക്, എന്റെ ഭാഷയെ പറഞ്ഞാൽ തനിക്കൊരു പരോള് വേണം, അടിമയാണല്ലോ, ഒരു തടവുകാരനാണ് താൻ, തനിക്കൊരു പരോള് വേണം, ചില നാളുകളിലേക്ക് തന്റെ നാട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ രാജാവിനോട് അപേക്ഷ കൊടുത്തു. രാജാവ് താൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ ഒരു മറുപടി കൊടുത്തു. ഇതെന്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ചലനമുണ്ടാക്കി. സ്വർഗത്തിലെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് അല്പകാലത്തേക്ക് ലീവ് ലഭിച്ച് താൻ പോയെങ്കിൽ ഈ ദൈവത്തിന് എന്നെയും സഹായിക്കാൻ കഴിയുമെന്നുള്ളൊരു ആശ്രയബോധം രാധാകൃഷ്ണന്റെ ഉള്ളിലുണ്ടായി. ഇന്ന് പകൽ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു, ആരെന്നെ സഹായിക്കും? ആർക്കാണ് എന്നെ ഈ സാഹചര്യത്തിൽ രക്ഷിക്കാനായിട്ട് കഴിയുക? ഈ ഒരു ആവശ്യത്തിന്റെ മുഖത്ത് ഞാൻ ആകെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ എന്നെ ശ്രദ്ധിക്കുന്നത്? അതെ, നീ ആശ്രയിക്കാൻ തയ്യാറായാൽ, ആരിൽ? ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ ആ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. അന്ന് രാത്രി ഞാൻ വായിച്ചു മനസ്സിലാക്കി ആശയം ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ബൈബിൾ അടച്ചു വെച്ച് അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്റെ തൊട്ട് അപ്പുറം ഇപ്പുറം കിടക്കുന്ന തടവുകാർ അത് കേൾക്കുന്നില്ല. ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കുക. എനിക്കറിയത്തില്ല ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും. പക്ഷേ എണീറ്റ് നടക്കാൻ നിവൃത്തിയില്ല. 9 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ കമന്ന് കിടന്നുകൊണ്ട് ബൈബിളിൽ കൈവച്ചിട്ട്, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്കറിയത്തില്ല. ഞാൻ അതിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നെഹമ്യാവിന്റെ ദൈവമേ, സ്വർഗത്തിലെ ദൈവമേ, നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി കൊടുത്തല്ലോ. ഞാനും പ്രാർത്ഥിക്കുന്നു, ഒരവസരം തന്നാൽ ഞാൻ നന്നായി ജീവിച്ചോളാം. പ്രിയരെ, ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ആരും സ്നേഹിക്കാനില്ല, ആരും കരുതാനില്ല, ഒരു വാക്കുകൊണ്ട് പോലും വിളിക്കാനില്ല, ഒരു കത്തെഴുതി അന്വേഷിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, ഇവരെല്ലാവരും എനിക്കുണ്ട്. പക്ഷേ എല്ലാവരും മരിച്ചവനെ പോലെ എന്നെ മറന്നു കളഞ്ഞ സമയത്ത് അന്ന് രാത്രി ഒരു അത്ഭുതം നടന്നു. എന്നാന്നറിയാമോ? 5 വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഉറങ്ങാതെ കിടന്ന എന്റെ ജീവിതത്തിൽ അന്ന് സുഖമായി കിടന്നുറങ്ങി. അതാണ് ദൈവിക സന്ദർശനം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ എത്ര സുരക്ഷിതമായി ശാന്തമായി ഉറങ്ങുന്നു അതുപോലെ ഞാൻ ഉറങ്ങി. അത് രാവിലെ 5:45 മണിക്ക് ബെല്ലടിച്ചു. ജയിലിൽ പറയുന്നതിന് തളയടിക്കുക എന്ന് പറയും. പൂജപ്പുരയാണ് അടിക്കുന്നത്, തമ്പാനൂര് കേൾക്കാം. അത്രയും വലിയൊരു പഴയ ഓട്ടുമണിയാ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ അന്ന് ഉണർന്നില്ല. ദിവസന്മാര് എണ്ണ കൊടുക്കാൻ വേണ്ടി വരും. ആ സമയത്ത് എല്ലാവരും ഉണരണം, എന്നിട്ടേ ലോക്കപ്പ് തുറക്കത്തുള്ളൂ. എന്റെ സ്നേഹിതൻ എന്നെ തട്ടിയുള്ളത് ചാടി എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് മാറോട് വെച്ചിട്ട് രാധാകൃഷ്ണൻ പറഞ്ഞു, ഇതൊരു സാധാരണ പുസ്തകമല്ല, ഇതിനകത്ത് എന്തോ എന്നെ സ്വാധീനിക്കുന്നത് എന്തോ ഉണ്ട്. ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരോട് എനിക്ക് പറയാനുണ്ട്, ഇതൊരു സാധാരണ പുസ്തകമല്ല, ഇത് യഹോവയുടെ പുസ്തകമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അതിലൊന്നും കാണാതിരിക്കത്തില്ല, അതിൽ ഇണയില്ലാതിരിക്കത്തില്ല. എന്റെ വായത്രേ കൽപ്പിച്ചത്, എന്റെ ആത്മാവത്രേ കൂട്ടിവരുത്തിയത്. വിശുദ്ധ വചനം, ദൈവത്തിന്റെ വചനം, അത് യഹോവയുടെ പുസ്തകമാണ്. എന്തുകൊണ്ട് എന്ന് ഞാൻ ജയിലിനകത്ത് കയറി അന്ന് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന്. എന്നാൽ ബൈബിളാണ് എനിക്ക് മറുപടി നൽകിയത്. എന്താണെന്നറിയാമോ? എന്റെ ജീവിതത്തിന്റെ തകരാറുകൾ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് ബൈബിളാണ്. എന്തായിരുന്നാലും അന്ന് രാവിലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. അതുവരെ എന്റെ ജീവിതം ഭയങ്കര ഡിപ്രഷനാ. ആരോടും എനിക്ക് സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല, ആരോടും എനിക്ക് ഇടപെടാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ മനസ്സ് മുഴുവൻ ഇങ്ങനെ വൈരാഗ്യവും, മനസ്സ് മുഴുവൻ ഇങ്ങനെ നിരാശയും, എന്താ പറയുക, കഴിഞ്ഞ കാല ജീവിതത്തിലുള്ള പാപത്തിന്റെ കെടുതികൾ, ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളുടെ ഭാരം, ഈ അകൃത്യഭാരം ചുമക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. ഇതൊന്നും ഇറക്കി വെക്കണ്ടേ. ഞാന് ജയിലിനകത്തുള്ള ടോയ്ലറ്റിനകത്തേക്ക് രാത്രി പോകും, ഉറക്കമില്ല. എന്ത് ചെയ്യും? തല കൊണ്ടേ മതിലേക്ക് ഇടിക്കും. ആരും കാണത്തില്ല, ഇടിക്കും. മുഷ്ടി ചുരുട്ടി കല്ലിലിടിക്കും, മുടി വെച്ചിപ്പറിക്കും. എന്താ ചെയ്തു കൂട്ടിയ അതിന്റെ പരിഹാരം ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയത്. അങ്ങനെ നാളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ ദണ്ഡിപ്പിക്കുന്ന അനുഭവങ്ങൾ. അപ്പൊ ഈ ജോലിക്ക് പോകുമ്പോൾ ഈ കൂടം അടിക്കണം, ഭയങ്കര ഇരുമ്പ് പഴുപ്പിച്ച് അടകല്ലേട്ട് വെക്കും മേശിരി. ഞങ്ങൾ രണ്ടുപേരും അപ്പുറം 4 കിലോ ഉള്ള കൂടം അപ്പുറം നിന്ന് അടിക്കണം. അപ്പൊ ഇതിനു മുമ്പൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഈ അടിപ്പിക്കുന്നവൻ നശിച്ചു പോണേന്ന് പറയും, രാഗിയാണ് അടിക്കുന്നത്.
അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ പിരാകും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് കയ്പ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കാണുന്നതെല്ലാം കയ്പാക്കി കാണുക. ഇന്ന് രാത്രി ഈ സമയം നിങ്ങളുടെ കയ്പിനെ മധുരമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഞാൻ ഈ ബൈബിൾ വായിച്ച അന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുക. പക്ഷെ പോകുമ്പോൾ ഇന്നലെ പോയ പോലെയല്ല ഇന്ന് പോകുന്നത്. എന്റെ മനസ്സ് മുഴുവൻ എന്നാന്നറിയാമോ? ഇന്നലെ രാത്രി ബൈബിൾ തുറക്കുന്നത്, അത് വായിക്കുന്നത്, അത് വായിച്ച ഭാഗങ്ങൾ ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ നെഹമ്യാവ് സംസാരിക്കുന്നത്, രാജാവ് സംസാരിക്കുന്നത്, നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്, നെഹമ്യാവിന്റെ മറുപടി കൊടുത്ത് നെഹമ്യാവ് നാട്ടിലേക്ക് പോകുന്നത്, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒരു വിഷ്വലായിട്ട് എന്റെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ മനസ്സിനകത്തുള്ള മറ്റ് ചിന്തകളെല്ലാം മാറി ഞാനൊരു പുതിയ ചിന്തയിലേക്ക് വരിക. ജോലി സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോ എനിക്ക് സന്തോഷം. അദ്ദേഹം അവിടെ കിടന്നൊരു പഴയ പ്ലേറ്റ് ഒടിഞ്ഞ ഒരു പ്ലേറ്റ് എടുത്ത് നേരെ അടുപ്പിലേക്ക്, ആ ഫർണസിലേക്ക് വെച്ചു, എന്നാൽ ഒലയിലേക്ക് വെച്ചു. അത് ബ്ലോർ ഓൺ ചെയ്ത് അത് നന്നായി പഴുത്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എടുത്ത് എന്ത് ചെയ്ത് അടകല്ലേട്ട് വെച്ചു. ഞാനും മറ്റേ സ്നേഹിതനോടെ കൂടി അടിക്കാൻ തുടങ്ങി. കുറെ നേരം അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കോടാലിയുടെ ഷേപ്പിലായി ഈ സാധനം. അതിന് അദ്ദേഹം ഒരു കുഴ പിടിപ്പിച്ചു. ഗ്രൈൻഡറെ കൊണ്ടേ ഒന്ന് ഷേപ്പ് വരുത്തി നേരെ കൊണ്ടുവന്ന് അതിന്റെ ആ വാത്തലേക്കൊന്ന് രാഗി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആ കോടാലി അവിടെ മാറ്റി വെച്ചപ്പോ ഞാൻ അതിനകത്തേക്ക് നോക്കുമ്പോ കോടാലി എന്നോട് പറയുക, നിങ്ങളോട് അങ്ങനെ സംസാരിച്ചോണ്ടെന്ന് എനിക്കറിയത്തില്ല, കോടാലി എന്നോട് പറയുക, നിന്നെ ഇതുപോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം വല്ലതും പിടികിട്ടിയോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒറ്റപ്പെടലുകളോ വേദനകളോ ആമേൻ ഈ കഷ്ടതകളോ നീറുന്ന അനുഭവങ്ങളോ നിന്നെ തകർക്കാനല്ല. നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ ദൈവത്തിനുണ്ടെങ്കിൽ ഇത് നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ട് ഒരു മൂർച്ചയുള്ള ആയുധമാക്കി നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന്റെ ഒരു ഫർണസാണത്. അവിടെ പണി നടക്കുക. ദൈവം നിന്നെ നാളെ ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഒരുക്ക മണ്ഡലങ്ങളാണെന്ന് തിരിച്ചറിയാൻ എത്ര പേർ കഴിയുന്നുണ്ട്? കോടാലി എന്നെ നോക്കിക്കൊണ്ട് പറയുക, ഈ കോടാലി പോലെ നിന്റെ ഒരു മൂർച്ചയേറിയ ആയുധമാക്കി. എനിക്ക് അന്ന് അത് മനസ്സിലായില്ല കേട്ടോ. അന്ന് എനിക്കത് മനസ്സിലായില്ല. ഞാനത് നോക്കി എന്റെ ഉള്ളിലകത്ത് ചിന്ത. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ റൂമിനകത്ത് വന്നു, ഭക്ഷണമൊക്കെ മേടിച്ചു വെച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൂടി വട്ടം കൂടിയിരുന്ന് പുകവലി, കഞ്ചാവ് വലി എല്ലാം ഉണ്ട് അതിനകത്ത്. അതിന്റെ കൂട്ടത്തിൽ ഞാനും ഒരു മെമ്പറാണ്. പക്ഷേ അന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹൃദയത്തിനകത്ത് ഇവരെ കൂടെ കൂടി വലിക്കുകയൊക്കെ ചെയ്യാം. കാരണം അത് അന്ന് അങ്ങനെ അകത്തേക്ക് തൊട്ട് തുടങ്ങിയിട്ടില്ലല്ലോ. രാത്രി എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആർത്തിയോടെ ബൈബിളും എടുക്കുക. ചാടി ബൈബിൾ എടുത്തിട്ട് ഞാനങ്ങ് വായിക്കുക. എന്നാന്നറിയാമോ? ഇന്നലെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഉറങ്ങാൻ വേണ്ടി അന്ന് രാത്രി രാധാകൃഷ്ണൻ ബൈബിൾ വായിച്ചു. അപ്പൊ ഞാനിങ്ങനെ കണ്ണടച്ച് പിടിച്ചോണ്ട് ഒരൊറ്റ തുറക്കല. എന്റെ ചോദ്യം എന്നാന്നറിയാമോ? എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഈ ചോദ്യത്തോടു കൂടെയാണ് ഞാൻ ബൈബിൾ തുറക്കുന്നത്. തുറന്ന് കിട്ടിയത് 1-ാം സങ്കീർത്തനം. എന്നെ കേൾക്കുന്ന പ്രിയരെ, 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? എന്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ കാരാഗ്രഹത്തിൽ വന്ന്? ദുഷ്ടന്റെ ആലോചന പ്രകാരം നിന്ന് പാപികളുടെ വഴി പരിഹാസികളുടെ ഇരിപ്പിടത്തിരുന്നു. ജീവിതത്തിൽ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവർ പറയുന്നത് ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ ലോകസുഖത്തിന് വേണ്ടി പാപകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ആര് പറയുന്നതും എനിക്ക് വിഷയമല്ല. ആരോടും എനിക്ക് വിധേയത്വമില്ല, സ്നേഹമില്ല. സുഖിക്കണം, ലോകത്തിന്റെ പാപ വഴികളിൽ രസിക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ല രാധാകൃഷ്ണ ചിന്ത. അങ്ങനെ ജീവിച്ചിരുന്ന എന്റെ ജീവിതം ഇന്ന് ഇങ്ങനെ എല്ലാം തകർന്നവനായി ഒരു മുറിക്കകത്ത് അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോൾ വചനത്തിലൂടെ എന്നോട് പറയുക, ദുഷ്ടന്റെ ആലോചന പ്രകാരം. അപ്പൊ ഞാൻ ചോദിക്കുക, എന്തോ ചെയ്യണമെന്ന്. 2-ാമത്തെ വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കണ്ടോ? ഉത്തരം കിട്ടി. കണ്ടോ? നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, ഇന്ന് നിങ്ങൾ ധൈര്യമായിട്ട് വിശുദ്ധ വേദപുസ്തകം ഒന്ന് തുറന്നു നോക്കുന്നേ, ഇതൊന്ന് അന്വേഷിക്കുന്നേ. എന്റെ 24 വയസ്സ് വരെ ഞാൻ ഈ പുസ്തകം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് എന്തുണ്ടെന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഉപദേശിമാര് വഴിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഇവർക്ക് ഈ അരുത് അരുത് അരുതെന്ന് പറയാനല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ അതിനകത്ത് മുങ്ങി നടക്കുകയല്ലേ. കള്ളും കുടിച്ച് തലയെക്കെട്ടും കെട്ടി ആവാസനായിട്ട് നടക്കുമ്പോൾ ഉപദേശി പറയാ, മോനെ ഇത് വിട്ടേച്ച് വന്നോന്ന് പറഞ്ഞാൽ ആര് വിടും? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് ഈ ലോകത്തിൽ നിന്റെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് ലഹരി നിന്നെ കൊണ്ടുപോകുന്നത്. ഈ മയക്കുമരുന്ന് നിന്നെ എത്തിക്കുന്നത് എവിടെയാണ്? കണ്ടോ, ഞാൻ കിടക്കുന്ന എവിടെയാ? പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത്.
ആരുമായിട്ട് സമ്പർക്കമില്ല. അതിനകത്തുള്ള കൊടും കുറ്റവാളികൾ മാത്രമാണ്. അവരുമായിട്ടേ ഉള്ള സമ്പർക്കം. അവരുമായിട്ട് ജീവിക്കുക. സമാധാനമില്ല, സ്വസ്ഥതയില്ല. അതിന്റെ നടുവിലാണ് ഈ വേഴാമ്പലിന് മഴ പെയ്ത് വെള്ളം കിട്ടുന്നത് പോലെ ഒരു ദിവസം ബൈബിൾ എന്റെ കയ്യിൽ കിട്ടി. അത് തുറന്നു വായിച്ചപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് ആശ്വാസം എന്ന് കിടന്നുറങ്ങി. ഇതാ വായിക്കുമ്പോൾ ഇപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുക. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, ഭാവിയുള്ള വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് രാപ്പകൽ യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. 13-ാമത്തെ വയസ്സിൽ സ്വർണ്ണപ്പണി തുടങ്ങിയതാണ്. നെക്ലസ് ഉണ്ടാക്കാൻ അറിയാം, ജിമിക്കും കമ്മൽ ഉണ്ടാക്കാൻ അറിയാം, വള ഉണ്ടാക്കാൻ അറിയാം, കല്ല് വെട്ടി രംഗം പതിപ്പിക്കാൻ അറിയാം. അങ്ങനെ ഒരുപാട് പണികളൊക്കെ അറിയാം. സ്വർണ്ണമാണ് പണിതുകൊണ്ടിരുന്നത്. പക്ഷെ കിടക്കുന്നത് സെൻട്രൽ ജയിലില്ല. എന്നാൽ ഇപ്പൊ കയ്യെ കിട്ടിയേക്കുന്ന സാധനം എന്നാന്നറിയാമോ? തേനിനേക്കാൾ, തെൻകട്ടയേക്കാൾ, പൊന്നിനേക്കാൾ, വെള്ളിയേക്കാൾ, മുത്തുകളേക്കാൾ വിലയേറിയ സാധനമാണ് എന്റെ മുമ്പിൽ കിട്ടിയേക്കണത്. എന്നതാ? ദൈവവചനം. മറ്റെന്തും നിന്റെ കയ്യിലുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിന് അത് ശാശ്വത പരിഹാരമായി തീരത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നീ തിരിയാൻ മനസ്സുണ്ടെങ്കിൽ, ഇരുളുമൂടിയ ഒരിക്കലും കരകയറാൻ കഴിയാത്ത ചെളിക്കുഴിയിൽ കിടന്ന എനിക്ക് ദൈവവചനം അതിനകത്ത് കയറാനുള്ള ഒന്നാം തരം കയറായി മാറി. ഞാൻ കിടക്കുന്ന ഇടം ഞാൻ തിരിച്ചറിഞ്ഞു. ദൈനംദിനമുള്ള ബൈബിൾ വായന എന്റെ ഉള്ളിൽ വെളിച്ചം തരാൻ തുടങ്ങി. അഥവാ ചിന്തകൾ മാറി. അപ്പോഴും ഈ കഞ്ചാവ് വലിയും മറ്റു കാര്യം അതാ അവിടെ കിട്ടത്തുള്ളൂ. ലഹരിയായിട്ട് കിട്ടുന്ന കഞ്ചാവാണ് അവിടെ. അതിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതൊന്നും വലിയ തെറ്റല്ലല്ലോ എന്നാണ് ചിന്ത. അങ്ങനെ ദൈനംദിനം ബൈബിൾ വായിക്കുന്നു. അപ്പൊ തന്നെ പാപപ്രവൃത്തികൾ രണ്ടിന്റെയും ഞെരുക്കത്തിനിടയിലാണ് ഞാൻ കഴിയുന്നത്. ഇടയ്ക്ക് പിശാചനോട് പറയും, നീ ആ കയറവിടെ വെച്ചിട്ടില്ലേ? എന്തിനാ ഇനി താമസിപ്പിക്കുന്നത്? നിന്നെ ആര് സ്നേഹിക്കാനാ? നീ ചെയ്തേക്കണ വല്ലതും ഗുണമുള്ള കാര്യം വല്ലതും ആണോ? എന്തെങ്കിലും നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ടോ? പിശാച് എന്റെ നെഗറ്റീവുകൾ എടുത്ത് എന്നെ കാണിച്ചിട്ട് എന്നെ പ്രേരിപ്പിക്കുക, മരണത്തിലേക്ക് തള്ളിവിടാൻ. അവന്റെ അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ലെന്ന് ബൈബിൾ പറയുന്നത് എത്ര സത്യാന്നറിയാമോ? കള്ളു കുടിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, വ്യഭിചരിക്കുന്ന, അല്ലെങ്കിൽ ആ പാപജീവിതത്തിൽ ജീവിക്കുന്ന പ്രിയ സ്നേഹിത, എത്ര നല്ല ജീവിതം നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ പിശാചി നിന്നെ ഇതിലേക്ക് തള്ളിവിടുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ നന്മയ്ക്കല്ല. ഇതെല്ലാം നിമിത്തം അറുക്കുന്നിടത്തേക്ക് കാളയെ കൊണ്ടുപോകുന്നത് പോലെ, കണിയിലേക്ക് ബന്ധപ്പെട്ട് പോകുന്ന പക്ഷിയെ പോലെ ആ വേടന്റെ അമ്പിന്റെ മുമ്പിലേക്ക് നീ പോകുന്നത്. അത് എപ്പോ വേണമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വന്ന് തറയ്ക്കാം കേട്ടോ. എന്നാൽ കരുണയുള്ള ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവൻ നിന്നെ മടങ്ങി വരവ് കാത്തിരിക്കുക. നിന്റെ ജീവിതത്തിന്റെ ഒരു മാറ്റം കാത്ത് ഒരു ദൈവം, ഒരു നല്ല പിതാവ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ബൈബിൾ വായന എന്റെ ഉള്ളിൽ വെളിച്ചം കയറാൻ തുടങ്ങി. ഞാനൊരു കുറ്റക്കാരനാണെന്ന്, തെറ്റുകാരനാണെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഇനി എന്താ ചെയ്യുക? എന്നും രാത്രി ബൈബിൾ വായന. ഒരു ദിവസം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എസ് കെ പ്രവാചകൻ ദിവസം 33:11, ദുഷ്ട, നിന്റെ മരണത്തിൽ എനിക്ക് യാതൊരു ഇഷ്ടവും ഇല്ല. നീ ദുഷ്ടത വിട്ട് തിരിയുന്നെങ്കിൽ എനിക്ക് നിന്നോട് കരുണയുണ്ടെന്ന്. യെശയ്യാവ് 55:7, ദുഷ്ടൻ തന്റെ വിചാരത്തെയും നീതികെട്ടവൻ തന്റെ വഴിയേയും വിട്ട് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. പ്രിയരെ, വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, അവന്റെ ജീവിതത്തിനകത്ത് എത്ര പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകളാണെങ്കിലും, പാപത്തിന്റെ ആസക്തിയാണെങ്കിലും അവനെ അതിൽ നിന്ന് രക്ഷിപ്പാൻ ഈ വചനം മതിയായത്. എത്ര പേർ ഈ വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ആവേശമുണ്ട് ഇത് പറയാൻ. എന്നാന്നറിയാമോ? എന്നെ രക്ഷിച്ചത് ഏതെങ്കിലും മത നേതാക്കന്മാരോ മത മേലധ്യക്ഷന്മാരോ അല്ല. എന്നെ രക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തു. അതിനാ യേശുവിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ആർത്തിയോടെ ബൈബിൾ വായിക്കുക. അന്ന് രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ആ ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കിതൊക്കെ ഒന്ന് ഈ കഞ്ചാവോലിയൊക്കെ ഒന്ന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഓരോ ദിനം വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം റോമാലേഖനം അതിന്റെ 7-ാം അധ്യായം ഇങ്ങനെ വായിച്ചു വരിക. അത് വായിച്ചൊരു 14 മുതലങ്ങ് കയറി 14-ാമത്തെ വാക്യം മുതലങ്ങ് വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നന്മ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. ഇച്ഛിക്കാത്ത തിന്മ എത്ര ഞാൻ ചെയ്യുന്നു, ഇച്ഛിക്കാത്ത ഞാൻ ചെയ്യുന്നുവെങ്കിൽ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം വളർന്ന് പന്തലിച്ച് നിൽപ്പുണ്ടത് പാപമാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ ഉപദേശിമാര് നീ പാപിയാന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ അകത്ത്
പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെട്ടു. നീ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും അത് ഇച്ഛിക്കാത്ത തിന്മയായി മാറുന്നത് നിന്റെ ഉള്ളിൽ വസിക്കുന്ന പാപമാണെന്ന്. പ്രിയരെ, ലോകത്തിൽ നടക്കുന്ന പല വിഷയങ്ങളുടെയും അതിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് ഈ പാപത്തിന്റെ ശക്തിയാണ് കേട്ടോ. ഒരുവൻ മദ്യപിക്കുന്നു, ഒരുവൻ വിചരിക്കാൻ പോകുന്നു, ഒരുവൻ അതിന് വേണ്ടിയെല്ലാം പല കാര്യങ്ങളും സ്വരുക്കൂട്ടുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് അവന്റെ ശരീരവും അവന്റെ അവയവങ്ങളാണ്. പക്ഷേ അവന്റെ ഹൃദയത്തിനകത്താണ് ഈ ചെലന്തി വല കെട്ടുന്നത് പോലെ പിശാച് കെട്ടി അവനെ വ്യത്യസ്തമായ നിലകളിൽ ലോകത്തിൻ്റെതായ പാപ വഴികളിൽ അവനെ മുക്കി അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവൻ ചെയ്യും. എന്നാല് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാനും വിശ്വസിപ്പാനും യോഗ്യമായ വചനം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന്. അത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി, അതിനേക്കാൾ ദുഷ്ടനും അതിനേക്കാൾ നീചനുമാ ഞാൻ. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ പാപിയാണ്. അപ്പൊ എന്റെ ചോദ്യം, പാപത്തിന് പരിഹാരമുണ്ടോ? പാപത്തിന് പരിഹാരമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഒരു ചോദ്യം ഞാൻ എഴുതി വെച്ചു എന്റെ നോട്ടിൽ, പാപത്തിന് പരിഹാരമുണ്ട്. 2, ഇങ്ങനെ വായിച്ചു വരുമ്പോ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിന് പരീശന്മാര് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്ന നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, പിടിച്ചുപറി, മോഷണം, പിടക്കുകണ്ണ്, അങ്ങനെ ഒരു വലിയ പട്ടിക. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇതെല്ലാം എന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഇതെല്ലാം എന്റെ ഹൃദയത്തിനകത്ത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നുവെന്ന് യാക്കോബിന്റെ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നതിലുമോ എന്ത് കണ്ടാലും മോഹിക്കുക. എന്തിനു വേണ്ടി ഇങ്ങനെ മോഹിച്ച് അത് പാപത്തിലേക്കുള്ള വഴിയായി മാറുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ എന്റെ ഹൃദയത്തിലാണ് വിഷയമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ഒരു ചോദ്യം എങ്ങനെയാ, ഈ ഹൃദയത്തിന് വല്ല മാറ്റവും വരുമോ? സ്വർണം ശുദ്ധീകരിക്കാൻ എനിക്കറിയാം, ഞാൻ സ്വർണം ശുദ്ധീകരിക്കുന്നയാളാ. എത്ര മാറ്റ് കുറഞ്ഞ സ്വർണവും 2.5 മണിക്കൂർ കൊണ്ട് നെരിപ്പോടും ഒരു ആസിറ്റും കുറച്ച് ആസിറ്റും അതിനുവേണ്ട സംവിധാനം ഉണ്ടെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് എത്ര മാറ്റ് കുറഞ്ഞ് 24 ക്യാരറ്റ് തങ്കമാക്കി 22 ക്യാരറ്റ് സ്വർണ്ണമാക്കി മാറ്റി നല്ല മനോഹരമായ ഉരുപ്പടി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. പക്ഷെ കേടുപറ്റിയ എന്റെ ജീവിതത്തെ, പാപത്താൽ ബന്ധിതനായിപ്പോയ എന്റെ ജീവിതത്തെ, അതിൽ നിന്നൊന്നും മാറി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സ്വയം കഴിയാതെ തകർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്ത് ചെയ്യണം? എന്റെ ഹൃദയത്തിനകത്ത് വലിയ ചോദ്യങ്ങളുണ്ടായി. ഞാൻ ചോദിച്ചു, എന്റെ ഹൃദയത്തിന് മാറ്റം വരുമോ? ഒരു കാര്യം കൂടെ പറയാൻ എൻ്റെ ഉള്ളിൽ, ഞാൻ സ്വർണ്ണപ്പണിക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി മാല വിളക്കാൻ വേണ്ടി വന്നു എൻ്റെ അടുക്ക. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഞാനൊരു ക്വാർട്ടർ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ആരെങ്കിലും ഈ മാല വിളക്കാൻ വേണ്ടിയൊക്കെ വരുന്നത്. അപ്പൊ അറിയാതെ വിസ്മരി ഇത് 2 കണ്ണിയൊക്കെ അടിച്ചു മാറ്റി അത് വിളക്കി കൊടുക്കും. പാവപ്പെട്ടവര് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ കൊണ്ട് മേടിക്കുന്ന സാധനം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തേക്കണം. പക്ഷെ എനിക്ക് ക്വാർട്ടർ അടിക്കണം എന്നുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ ആരാ? അപ്പൊ എന്റെ ജീവിതം എങ്ങനെയുള്ളതാ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് തുടക്കം ഇങ്ങനെയാ, അവസാനം ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ അമ്മച്ചി മാല വിളക്കാൻ വന്നപ്പോഴത്തേക്കും കഴുത്തൊന്നും ഊരത്തില്ല. എന്താ, എന്റെ അടുക്ക വന്നിരുന്നു, മോനെ ഒന്ന് വിളക്കിത്തരാം. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇത് കഴുത്തൊന്നും ഊരിയില്ലെങ്കിൽ വിളക്കാൻ പറ്റത്തില്ല, കാരണം ഇത് തീ കാണിച്ചു വേണം വിളക്കാൻ. അമ്മച്ചി ജമ്പം ചെയ്ത ഊരത്തില്ല. കാരണം നമ്മളെ പോലെയാ, കർത്താവ് നമ്മെ ശരിയാക്കാന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിരുന്നാലും നമ്മളങ്ങ് കൊടുക്കത്തില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അമ്മച്ചി അന്ന് എന്റെ കയ്യിൽ തന്നൊന്നുമില്ല, കാരണം അമ്മച്ചി വിചാരിച്ചത് എന്റെ തന്നാൽ ഞാൻ അടിച്ചു മാറ്റുമെന്ന്, അതുകൊണ്ടാണ് തരാഞ്ഞത്. പക്ഷെ നിന്നെ ഇന്ന് യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ 5 പൈസ നിനക്ക് ചെലവില്ല കേട്ടോ. നിന്റെ ജീവിത ദുരിതങ്ങളിൽ നിന്നും നിന്റെ ജീവിത വഴികളിൽ നിന്നും ആകാത്ത വഴികളിൽ നിന്നൊക്കെ നിനക്ക് മടങ്ങി വരാൻ ഒറ്റ മാർഗ്ഗമുള്ളത് യേശുവാ. എന്റെ ചോദ്യം, നിന്റെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുമോ? പിന്നെയും ബൈബിൾ വായിച്ചു വന്നപ്പോഴത്തേക്കും പാപം ഇതിന് പരിഹാരം എന്താ ഉള്ളേ? ഈ സ്വർണം ശുദ്ധീകരിക്കാൻ ആസിറ്റുള്ളത് പോലെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും? അതിനിടെ സങ്കീർത്തനം വായിക്കുന്നു, സദൃശവാക്യം വായിക്കുന്നു, അതിനകത്ത് ദുഷ്ടന്റെ വീഴ്ച, നീതിമാന്റെ നല്ല. അപ്പൊ ഞാനിതൊന്നും ചെയ്യാൻ ഒരു നീതിമാൻ എന്നുള്ള പട്ടിക ഒന്നും കിട്ടാത്ത ആളല്ലേ, പിന്നെ എന്തോ ചെയ്യും? പക്ഷെ ബൈബിൾ വായനയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കിതിൽ നിന്ന് കരകയറാൻ പറ്റും. അങ്ങനെ 1993 ഡിസംബർ മാസം 27-ാം തീയതിയിലേക്ക് ഞാൻ വന്നു. അപ്പൊ ഈ 3 ചോദ്യം എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. 1, പാപത്തിന് പരിഹാരമുണ്ടോ? 2,
ഹൃദയത്തിന് മാറ്റം വരുമോ? 3, ശുദ്ധീകരണത്തിനായിട്ട് എന്താ ഉള്ളേ? എന്റെ പാപം ഒന്ന് കഴുകിക്കളയാനായിട്ട് എന്താ ഉള്ളേ? ഞങ്ങൾക്കുണ്ട് ഈ സ്നാനമൊക്കെ, ഈ ഹൈന്ദവ മാർഗത്തിലുണ്ട് സ്നാനവും തീർത്ഥാടനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ചെയ്താ മോക്ഷത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. മല കയറുന്നത്, വിളക്ക് കത്തിക്കുന്നത്, പൊട്ടിക്കുന്നത്, എന്തൊക്കെയാ കാര്യങ്ങൾ. പിന്നെ ശൂലം കുത്ത്, എന്നൊക്കെ പരിപാടി. അഗ്നിയിലൂടെ നടപ്പ്, എന്നൊക്കെ പരിപാടിയെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. പ്രിയരെ, നീ പാപത്തിൽ ജീവിച്ചിട്ട് നീ തീ കൂടെ നടന്നാലും നിന്റെ ജീവിതത്തിൽ വിടുതലൊന്നുമില്ല. അഗ്നി നരകത്തിനകത്തിലേക്ക് നീ നടന്നു പോകുന്നത്. ഇവിടെ തൽക്കാലമൊക്കെ നിനക്ക് ഓടിച്ചാടി രക്ഷപ്പെടാൻ അതിനൊക്കെ പറ്റും. പക്ഷെ ഈ നരകത്തിയിലേക്ക് വീണുപോയപ്പോ ഞാൻ അതിന് അതിന്റെ പടിവാതിക്കൽ നിന്ന കർത്താവ് എന്നെ വിടുവിച്ചത്. അതുകൊണ്ട് എത്ര ധൈര്യമായിട്ട് പറയുന്നത്. കാരണം ഇനി പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. കാരണം എന്താന്ന് പറയട്ടെ, അന്നേ മരിച്ചു പോയെങ്കിൽ പാട്ടുകാരൻ പാടി, ഞാൻ ചെന്നേനെ വൻ നരകമതി, പക്ഷെ കൃപ തോന്നി കർത്താവിനെ രക്ഷിച്ചു. അങ്ങനെ 1900 ഡിസംബർ മാസം 27 ഈ ജയിലുകളിലൊക്കെ സുവിശേഷം അറിയിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നിർത്തിയേക്കുക. ഞാൻ ജയിൽ സുവിശേഷീകരണം ചെയ്യുന്ന ആളാ. അപ്പൊ ഇപ്പൊ നിർത്തിയേക്കുക. അപ്പൊ അന്നും ഇതുപോലെ തന്നെയാ. അപ്പൊ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് വന്ന് യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ കുറിച്ചും യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ ആ സമയത്ത് പ്രസംഗിക്കും. അങ്ങനെ ഡിസംബർ 25 വരേണ്ട ഒരു സുവിശേഷ സംഘം അവര് വന്നത് ഡിസംബർ 27. അതും ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം 25 വന്നാൽ ഞാനിട്ട് പോകത്തില്ല. അന്നൊരു ഞായറാഴ്ചയാ. ഞാൻ ഉച്ചയ്ക്ക് സാമ്പാർ കൂട്ടി ചോറൊക്കെ ഉണ്ട്, എന്നാ ഒന്ന് നടന്നു നിർത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞ് 2 വീഡിയൊക്കെ ഒരു പുകയൊക്കെ അടിച്ചിങ്ങനെ കിടക്കുക. ഇതൊക്കെ വായിക്കുന്നു പറഞ്ഞാലും സംഗതി വേണ്ട കാര്യത്തിലേക്ക് വന്നിട്ടില്ല. കാരണം ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതൊക്കെ ബൈബിള് വായിക്കണവനാ പള്ളി പോണവനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിനകത്തൊക്കെ ഇങ്ങനെ കിടക്കുക, ചുറ്റിപ്പടിഞ്ഞ് കിടക്കുക. പക്ഷെ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. അപ്പൊ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക് നമ്മളെ ദൈവം അങ്ങ് നടത്തുക. എനിക്കറിയത്തില്ല, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതുവരെയും അങ്ങനെ ഒരു അനുഭവത്തിൽ വന്നില്ലെങ്കിൽ കേട്ടോ, 5 പൈസ മുടക്കണ്ട, കാശ് കൊടുത്ത് ഒരു സ്ഥലത്തും പോകണ്ട, ഒരു മലയും കയറണ്ട, ഇനി ഭാരപ്പെട്ട കുരിശോ ഭാരപ്പെട്ട എന്തെങ്കിലും ചുമടോ ഒന്നും എടുക്കണ്ട. നീ ഇരിക്കുന്നിടത്തിരുന്നാൽ നിനക്ക് വിടുതലാ. ഒറ്റ കാര്യം ചെയ്താൽ മതി. രാധാകൃഷ്ണനുണ്ടായ അനുഭവം പറയുന്നു. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നാ ഇച്ചിരി നേരം കിടന്നേക്കാം എന്ന് വിചാരിച്ച് നടുവർത്തായിരിക്കും ഒരു പാട്ട് കേട്ടു. ഉഴുതുമറിച്ചൊരു പാടത്ത് നിന്ന് വിത്ത് വിതയ്ക്കാൻ പോരുന്നോ. കേട്ടപ്പോ ക്രിസ്തീയ പാട്ടാന്ന് മനസ്സിലായി. എന്നാ പതുക്കെ പോയേക്കാന്ന് പറഞ്ഞ് ചാടി എണീറ്റ് ഷർട്ട് എടുത്തിട്ട്, അപ്പോഴത്തേക്ക് എന്റെ അകത്തുനിന്ന് ഒരാൾ പറയുക, ആരാ? വിചാരി പറയുക, ഇടാ നീ എന്നത്തിനാടാ പോണെ? പെറ്റ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ചതിയനല്ലേടാ, നീ കിടക്കണ എവിടെയാ? ഒരു രക്ഷയില്ലെന്നേ, നീ പോയിട്ട് കാര്യമില്ല. ഞാൻ നോക്കുമ്പോ ശരിയല്ലേ. പെട്ടെന്ന് എന്റെ മൈൻഡിൽ പറഞ്ഞു, ശരിയാ, ഇത്ര ചതിയനം, ഇത്ര മോശക്കാരനായ എന്നെ ആർക്കാ സ്നേഹിക്കാൻ കഴിയുന്നേ? ഉണ്ടോ? പിശാചിന്റെ തന്ത്രം നോക്കണം. കർത്താവായ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ലോകം തരുന്ന സ്നേഹത്തൊക്കെ വലുതാ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്ന് തന്റെ വചനത്തിന്റെ ഡിക്ലറേഷൻ രാജാവിന്റെ വിളംബരം നടക്കുന്ന സമയത്ത് ഇത് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി പിശാച് എന്നോട് പറയാ, പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കേട്ടോ, ഞാൻ പതുക്കെ അവിടെ ഇരുന്നു. ഞാൻ എന്നെ തന്നെ ശപിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കഴിഞ്ഞ് അടുത്തൊരു പാട്ട് വന്നു. ആ പാട്ട് വളരെ മനോഹരം. ആ പാട്ടിന്റെ വരികൾ ഇതാ: അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ആ വരി കഴിഞ്ഞ് ഇതെന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ ആ പാട്ട് കേട്ടപ്പോൾ അടുത്ത ലൈനാണ് എന്നെ സ്പർശിച്ചത്. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും
അനുകമ്പാദ്രമ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. പ്രിയരെ, ദൈവസ്നേഹമാണ് നമ്മെ കൃപയിലേക്ക് നടത്തുന്നത്. ആ വരികൾ എൻ്റെ ജീവിതത്തെ, എനിക്കറിയത്തില്ല, ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ തിരുവചനത്തിലൂടെ ഇങ്ങനെ യാത്രയാ. ഏത് തീരത്തൊന്നണയും, എങ്ങനെയാണ് ഒരു ശാശ്വതമായ സമാധാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഈ ലോകത്തിന്റെ ഈ ബന്ധനങ്ങൾ, പാപത്തിന്റെ വഴികളൊക്കെ വിട്ടൊന്ന് നന്നായി ജീവിക്കണം. അച്ഛന്മാരൊക്കെ കുപ്പായൊക്കെ ഇട്ട് നടക്കണ കാണുമ്പോൾ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനിയായി ജനിച്ചായിരുന്നെങ്കിൽ വല്ല പുരോഹിതനായിട്ട് ജീവിക്കായിരുന്നു. കാരണം ആ കുപ്പായത്തിനകത്തൊക്കെ ഒരു ജീവിക്കുന്നത് പരിശുദ്ധന്മാരായിട്ടാണെന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. എന്നാൽ എൻ്റെ നല്ല ആഗ്രഹത്തെ ദൈവം തിരിച്ചറിഞ്ഞത് കൊണ്ട് ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയും, ആമേൻ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്ക് പറ്റും ഈ കൊള്ളരുതായ്മ ചെയ്ത് ലോകത്തിന്റെ ഈ പാപ വഴികൾ ജീവിച്ചവനെ ഒരു പുരോഹിതരാക്കാൻ ഈ ഉലകത്തിൽ ആർക്കാ പറ്റുന്നേ? ഒറ്റയാക്കേ പറ്റത്തുള്ളൂ, ഇതിനെ ശുദ്ധീകരിപ്പാൻ കഴിവുള്ള യേശു. അങ്ങനെ ആ പാട്ടിന്റെ വരികൾ, അമ്മ എന്നെ മറന്നാല് ലോകം എന്നെ. ഞാൻ പിന്നെ അവിടെ നിന്ന് ഈ പോലീസുകാരി പ്രതിനെ കോളറെ പിടിച്ച് പൊക്കിയെടുക്കണ പോലെ പരിശുദ്ധാത്മാവ് എന്നെ പൊക്കിയെടുത്ത് ഉന്തിക്കൊണ്ടു പോകുക. എന്തിനാണെന്നറിയോ? ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമായിരുന്നു. കാരണം നാളെ ഒരു അവസരം കിട്ടുമെന്ന് വരത്തില്ല. കാരണം പിശാചിങ്ങനെ വാദിച്ചോണ്ടിരിക്കുക. ആ സമയത്താണ് ഈ പാട്ടിന്റെ വരികൾ എന്നെ ആ സുവിശേഷ യോഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ആത്മാവെന്നെ പൊക്കിയെടുത്തോണ്ട് പോവുക. എൻ്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ മാധ്യമത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിലതിനെ പരിശുദ്ധാത്മാവ് ഇതിന്റെ മുഖത്ത് കൊണ്ടുവന്ന് ഇരുത്തിയേക്കണം. എന്തിനാണെന്നറിയാമോ? നിന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി വിരൂപമാക്കി, നിന്റെ ജീവിതത്തിനെ കേടുവരുത്തി ഇല്ലായ്മയാക്കി, രോഗിയാക്കി, കട്ടിലേക്കിടത്തി നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച പിശാചിന്റെ സകല പദ്ധതികളെയും അതെ തകർത്തുകൊണ്ട് വചനത്തിലൂടെ ദൈവകൃപയിൽ നീ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോവുക. അതിനുവേണ്ടിയാണ് നിന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കണത്. ശ്രദ്ധയോടെ കേട്ട് നിനക്ക് വിശ്വസിക്കാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ നീ തയ്യാറായാൽ, നാളെയല്ല വിടുതൽ, ഈ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു വിടുതൽ സംഭവിക്കും. എന്നാ രാധാകൃഷ്ണൻ അത്ര ധൈര്യം? ആ ധൈര്യം പറഞ്ഞു എന്നെ. ശ്രദ്ധിച്ചോ, ഞാൻ ആ മീറ്റിങ്ങിലേക്ക് പോകുക. അപ്പൊ ഞങ്ങളുടെ ബ്ലോക്കിൽ നിന്ന് ഒരു 10 അടി ഉയരമുള്ള മതിലുണ്ട്, അതിന്റെ മുമ്പിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കൂടെ ഇവിടെ ഇറങ്ങിപ്പോകാൻ. അപ്പൊ ഈ രാധാകൃഷ്ണൻ ഈ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് നേരെ പോയി അതിന്റെ മുമ്പിൽ പോയി എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്നാ പറയും? അപ്പൊ അതുകൊണ്ടൊരു മതിലിന്റെ മറവിൽ നിന്ന്, ഈ മതിലിന്റെ മറഞ്ഞു നിന്നുകൊണ്ട് ഗേറ്റിലേക്ക് തലയിട്ടേച്ചും ഞാൻ ഇങ്ങനെ തല നീട്ടി പിടിച്ച് ഇങ്ങനെ നോക്കണ സമയത്ത് അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പാട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന സുവിശേഷകൻ, അദ്ദേഹം മൈക്ക് എടുത്ത് പിടിച്ചോണ്ട് എന്റെ നേരെ കൈ വീശിയിട്ട് ഇങ്ങനെ ഒരു വിളിയാ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യും. ഞെട്ടിപ്പോയി. പൂജപ്പുര സെൻട്രൽ ജയിലിനകത്തേക്ക് കയറി വന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതുവരെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മൈക്കിൽ കൂടെ വിളിച്ചോണ്ട് ഒരാൾ കൈനീട്ടി പറയുക, വാ നമുക്ക് തമ്മിൽ വാദിക്കാന്ന്. അപ്പൊ ഞാൻ റൂമിൽ നിന്ന് എണീറ്റ് വരുമ്പോ ഒരു വാദത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിശാച് പറഞ്ഞു നീ പോണ്ടാന്ന്. പക്ഷെ ദൈവസ്നേഹത്തിന്റെ ആ ശക്തി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പണ്ട് ഇവിടെ നിന്നിട്ടൊരു പുള്ളി പറയാ, വാ നമുക്ക് തമ്മിൽ വാദിക്കാന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഒരു പരിചയമില്ല. അദ്ദേഹം ഒരു പെന്തക്കോസ് ഉപദേശിയൊന്നും ആയിരുന്നില്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഒരു ക്രൈസ്തവ സെമിനാരി ഒരു ചർച്ചിലെ ഒരു പുരോഹിതനായിരുന്നു. 2-3 സിസ്റ്റർമാരുമായി വന്നത്. ആ പുരോഹിതൻ വളരെ ചിരിച്ച മുഖത്തോടെ, വളരെ സന്തോഷത്തോടെ ഒരൊറ്റ വിളിയാ. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ വിളിച്ചതാ. പുള്ളി എന്നെ വിളിച്ചതല്ല, പുള്ളി കുറിവാക്യം വായിച്ചതാ. ഏതാ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത പദം എന്റെ 1ാമത്തെ ചോദ്യത്തിന്റെ മറുപടി. ഹലോ, ജയിലിൽ കിടക്കുന്ന രാധാകൃഷ്ണന്റെ ഹൃദയത്തിലുണ്ടായ ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരു പുരോഹിതനെ ജയിലിലേക്ക് അയക്കണമെങ്കിൽ
ആമേൻ. ഒരു മനുഷ്യന്റെ ആത്മരക്ഷയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണെന്ന് എത്ര പേർക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റും? ഞാൻ അത്ഭുതപ്പെട്ടു പോയി അടുത്ത പദം കേട്ടപ്പോൾ. നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. മതിലിൽ മറഞ്ഞിട്ട് തല മാത്രം പുറത്തേക്കിട്ട് കേട്ട രാധാകൃഷ്ണന്റെ ഹൃദയത്തിനകത്ത് അതിശക്തമായ ഒരു ബോംബ് സ്ഫോടനമാണ് നടന്നത്. എന്ന് വെച്ചാ ആർക്കും ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് വിചാരിച്ച ഹൃദയത്തിൽ ഒളിപ്പിച്ച ചോദ്യത്തിന് ഞാൻ ചോദിക്കാതെ മറുപടിയായിട്ട് ഒരുവൻ വന്നിരിക്കുന്നു. ഈ ദൈവത്തെ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുന്നേ? ഈ ദൈവത്തെ എങ്ങനെയാ സാക്ഷീകരിക്കാതിരിക്കുന്നേ? ഈ ദൈവത്തെ കുറിച്ച് എങ്ങനെയാ പറയാതിരിക്കുന്നേ? എന്നെ പ്രിയരെ, നീ ഇരിക്കുന്ന ഇടം എന്റെ ദൈവത്തിന് വിഷയമല്ല കേട്ടോ. നിന്റെ സാഹചര്യം എന്റെ ദൈവത്തിന് വിഷയമല്ല. നിന്റെ പേരോ നീ ഇന്നലെകളിൽ എങ്ങനെ ജീവിച്ചവനാണെന്നുള്ളതൊന്നും എന്റെ ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് ഒരൊറ്റ വിഷയമുള്ളൂ. നീ ഈ പഴയ വഴിയിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഒരു പുതിയ മാർഗത്തിലേക്ക് നിനക്കൊന്നൊരു യൂട്ടേൺ അടിക്കാൻ നിനക്ക് മനസ്സുണ്ടോന്നാ എന്റെ ദൈവത്തിന്റെ ചോദ്യം. നിന്നെ കലക്കി മറിച്ച് ജീവിതത്തെ കയ്പാക്കി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ വഴിയില്ലെന്നും പറഞ്ഞ് നിന്റെ കണ്ണ് കുരുടാക്കി മാറ്റിക്കൊണ്ട് ശരിക്കു പറഞ്ഞ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം നിന്റെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ, സുവിശേഷം വിളിച്ചു പറയുന്ന ദൈവദാസന്മാരുടെ വായിൽ നിന്ന് വെളിപ്പെടുന്ന സുവിശേഷത്തിനകത്തൂടെ വെളിപ്പെടുന്ന യേശുവിന്റെ മുഖത്താലുള്ള തേജസ്സിന്റെ കിരണങ്ങൾ ഇരുണ്ട് കിടക്കുന്ന നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് രക്ഷകനെ കാണാൻ ദൈവം നിന്നെ അനുവദിക്കാൻ പോവുക. എങ്ങനെ കഴിയും? ആർക്ക് വേണ്ടാതെ തന്നെ? രാധാകൃഷ്ണൻ ആർക്കാ വേണ്ടേ? അമ്മയ്ക്ക് വേണ്ടല്ലോ, എന്റെ മതത്തിന് വേണ്ടല്ലോ, എന്നെ ഇന്നലെ ഉപയോഗിച്ചതിന് വേണ്ടല്ലോ. എന്നെ ഇപ്പോ കരിമ്പും ജ്യൂസ് എടുത്തതിന് ശേഷം കരിമ്പൻ ചണ്ടി വഴിയിൽ കൂട്ടിയിട്ട് കത്തിക്കാനെങ്കിലും ആൾക്കാർ നോക്കും. ഇത് അതിനു പോലും അന്വേഷിക്കാതെ കിടക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് നിന്നാ സർവശക്തന്റെ കരം എന്നെ പൊക്കിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ചൊന്നും പറയാൻ മടിക്കാത്തതിന്റെ കാര്യം എന്നാന്ന് പറയട്ടെ. അങ്ങനെയൊക്കെ നടന്ന എന്നെ ഈ പരുവത്തിലാക്കിയെടുത്ത യേശുവിന്റെ സ്നേഹത്തിന്റെ മുമ്പാകെ ഇനി അവൻ എന്നാ കൊടുക്കാനാ ഉള്ള? എനിക്കിത് ഉള്ളു കൊടുക്കാൻ. എനിക്കിതേ കൊടുക്കാനുള്ളൂ. എന്റെ പ്രിയരെ, ഇങ്ങനെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ എത്ര പേർക്ക് ഈ വചനത്തിലൂടെ, ഈ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ആഴവേറിയ ദൈവത്തിന്റെ സ്നേഹത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് എനിക്ക് മറുപടി നൽകുക. ഞാൻ അന്തം വിട്ടുപോയി. ഒരു മറയിലല്ല നിന്നിരുന്നേ, പക്ഷെ വചനത്തിന്റെ ഇടിവാളകത്ത് വെണ്ണി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെയായിട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉന്നതനോ അല്ലെങ്കിൽ കേൾക്കുന്നവരാരായിരുന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രയാസമൊന്നുമില്ല. ഒരു കാര്യം പറയാം, സത്യവചനം, സ്വർഗത്തിലെ ദൈവം നിന്നോട് നേരിട്ട് വന്ന് ഇടപെടുമ്പോൾ, ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ഇത് വെളിപ്പെടുത്തുമ്പോൾ, അതിന്റെ മുമ്പിൽ ബലം പിടിച്ച് നിൽക്കാതെ, മറഞ്ഞു നിൽക്കാതെ. ലോകത്തിന്റെ മറകൾ ഒരുപാടുണ്ടല്ലോ. ഞാൻ ഈ ജയിലിന്റെ മതിലിന്റെ മറയിലാ നിന്നെ. ഇപ്പൊ ഞാൻ മറ മാറി നേരെ ആ മീറ്റിങ്ങിന്റെ മുമ്പിൽ വന്നേച്ചും 10-70 തടവുകാര് ആ മീറ്റിങ്ങിന്റെ സമയത്ത് സുവിശേഷം കേൾക്കാൻ അവിടെ വന്നിരിപ്പുണ്ട്. അതിലൊരുവനായിട്ട് ഞാനും വന്ന് എന്റെ ചെരുപ്പൂരിട്ട് അവിടെ ഇരുന്നു. ആ താഴ്ത്തി ഞാൻ നിലത്തിരുന്നു. നീ മറഞ്ഞു നിൽക്കുന്ന മറ, അത് മതമായിരിക്കാം, അത് നീ ജനിച്ചു വളർന്ന സാഹചര്യമായിരിക്കാം, ഈ സമൂഹത്തിലെ നിനക്കുള്ള ചില പ്രിവിലേജുകളായിരിക്കാം. ഇതൊന്നും നിന്നെ രക്ഷിക്കത്തില്ല കേട്ടോ. ഇതൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. ഇതെല്ലാം ഒരു സമയത്ത് വിട പറഞ്ഞ് നമ്മൾ പോകേണ്ടി വരും. പക്ഷേ ദൈവസ്നേഹം നിന്നെ വിളിക്കുന്നത് വിട പറഞ്ഞിട്ട് പോകാനല്ല, അന്ത്യത്തോളം നിന്റെ കൂടെ ഇരിക്കും. ഞാൻ ആ മുട്ടും കെട്ടി അവിടെ വന്നിരുന്നു. ഇങ്ങനെ ആ പ്രസംഗത്തിന്റെ വായ്ക്കകത്ത് തന്നെ നോക്കൊണ്ട് നിൽക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റുന്നില്ല. കാരണം ആർക്കും തരാൻ കഴിയാത്ത ചോദ്യം ഹൃദയത്തിനകത്തുള്ളത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ജയിലിനകത്ത് ആരാധനാലയം ഉണ്ട്, അവിടെ വാസന്മാർ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോവുമോ? ഞാൻ പോകത്തില്ല. അങ്ങോട്ട് പോകാൻ എനിക്ക് മനസ്സില്ലല്ലോ.
ഞാനിങ്ങനെ എൻ്റെ മുറിയും ജോലി സ്ഥലവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ല. എന്നെ അവിടെ നിന്ന് പൊക്കിയെടുക്കണം ദൈവത്തിന്. അതിനു വേണ്ടിയാ ദൈവം ആ സുവിശേഷ യോഗം വെച്ചത്, അരോമ TV ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത്. ആ ദൈവദാസന് എന്തെങ്കിലും പ്രത്യേക ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ആമേൻ ആയിരങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ദൈവം കൊടുത്ത ആലോചന പ്രകാരമായി അരോമ TVയുടെ ഈ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് ഇത് ശ്രദ്ധിക്കുമ്പോൾ പ്രിയ സ്നേഹിത, ഒരു വാക്ക് പ്രാർത്ഥിക്ക്. ഇത് കേൾക്കുന്ന വ്യക്തികൾ, വിശ്വാസികളായിട്ടുള്ളവർ, ഈ കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് ദൈവം പരിവർത്തനം ചെയ്യട്ടെ. കാരാഗ്രഹത്തിനകത്തിരുന്നുകൊണ്ട് ഒരു കത്തോലിക്ക പുരോഹിതൻ പ്രസംഗിച്ച വചനത്തിന്റെ മുമ്പിൽ ഞാൻ ഇരുന്നു കൊണ്ട് എന്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇടയായി തീർന്നെങ്കിൽ ഈ TV-യിലൂടെ എത്രയെത്ര അഭിഷിക്തന്മാർ, എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായവരുടെ എത്രയെത്ര അനുഭവങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവവചനത്തിന് മാറ്റമില്ല കേട്ടോ. ദൈവവചനം ഏത് വ്യക്തിയിലൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവരാരും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ദേ ജയിലിൽ കിടന്നൊരുത്തം പറയുന്നു, കേൾക്കുന്നേ, വിശ്വസിക്കുന്നേ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വായി നോക്കിയിട്ട് അദ്ദേഹം ആ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് എന്തൊക്കെയോ പാപത്തെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഹൃദയത്തിലെ ചിന്ത മുഴുവൻ എന്നാന്നറിയാമോ? ദുഷ്ടതയുള്ളൊരു ഹൃദയം എനിക്കുണ്ടല്ലോ. ഈ ഹൃദയത്തിനൊരു മാറ്റം വരികയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കണമല്ലോ, വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്. അവിടെ ഇരുന്നോണ്ട് ഞാൻ മുട്ടും കെട്ടിയിരുന്നോണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ ഹൃദയത്തിന് മാറ്റം വന്നായിരുന്നെങ്കിൽ ഞാൻ നോക്കായിരുന്നു. എന്റെ പ്രിയരെ, ഞാൻ ഇങ്ങനെ ഹൃദയം കൊണ്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ബൈബിളിന്റെ ഒരു വാക്യം വിളിച്ചു പറയുക, നിന്റെ ജഡത്തിൽ നിന്ന് കല്ലായിട്ടുള്ള ഹൃദയത്തെ ഞാൻ മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ നിനക്ക് നൽകി. എന്റെ ചട്ടങ്ങളെ നിന്റെ ഉള്ളിൽ, എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ നിന്നെ നടത്തുവാനാക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ജയിലിന്റെ മുറ്റത്ത് കുറ്റവാളികളുടെ നടുവിൽ ഇരുന്നുകൊണ്ട് ഒരുത്തൻ ചോദിക്കുക, വാ കൊണ്ടല്ല ഹൃദയം കൊണ്ട് ചോദിക്കുക. അപ്പൊ ഏകദേശം 20-25 മീറ്റർ അപ്പുറം നിൽക്കുന്ന പുള്ളി മൈക്കിൽ കൂടെ വിളിച്ചു പറയുക, SK പ്രവാചകന്റെ പുസ്തകം 36:26, നിന്റെ ജഡത്ത് കല്ലായിട്ടുള്ള ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയം നിന്റെ ഉള്ളിലാക്കി, എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി എന്റെ ചട്ടകൾ ഇതിൽ നടത്തുവാനാക്കുമെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഞാൻ ആ ചെരുപ്പിന്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പിന്നെ മുട്ടുമേലായി എന്റെ ഇരിപ്പ്. വചനം നിന്റെ ജീവിതത്തോട് ഇടപെടുമ്പോൾ നിന്റെ ജീവിതത്തിനകത്തെ പ്രകൃതി മാറണം കേട്ടോ. എന്ന് വെച്ചാ ഇത് ആർക്കാ ഈ മറുപടി തരാൻ പറ്റുന്നേ? ഞാൻ അതുവരെ ചോദിച്ച ആർക്കും ഈ മറുപടി തരാൻ പറ്റിയില്ല. പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരു സുവിശേഷകനിലൂടെ മറുപടി തന്നെങ്കിൽ ആ സുവിശേഷകനെ അയച്ചത് ആരാന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവാ. കാരണം കാരാഗ്രഹത്തിനകത്തേക്ക് എന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരാളെ പറഞ്ഞയച്ചിരിക്കുക. ആ വ്യക്തി എന്റെ ജീവിതത്തെ തൊട്ടെങ്കിൽ, അതുകൊണ്ട് ഞാൻ സുവിശേഷകരോട് ഞാനൊരു കാര്യം പറയാം, ഉണ്ടയില്ല വെടി വെക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. കേട്ടല്ലോ, ആ പുരോഹിതൻ അന്ന് പറയുക, എന്റെ സഹോദര, നിന്റെ ജീവിതത്തെ ഇന്ന് യേശുവിൽ സമർപ്പിച്ചാൽ, ആ പുള്ളി ഇന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പുള്ളി കൊച്ചുവേളി വലിയ പള്ളിയിലെ പുരോഹിതനായിട്ട് ഇന്നും ഇരിക്കുക. 3-4 വട്ടം ഞാൻ പോയി പുള്ളിയോട് പിന്നെ സുവിശേഷം പറഞ്ഞു. എന്റെ മനസാന്തരത്തിന് വേണ്ടിയേ. ആത്മീക പിതാവാ പുള്ളി, അദ്ദേഹം ഒരു ആത്മീക പിതാവാ. പക്ഷെ പുള്ളി ഇന്നും രക്ഷിക്കപ്പെട്ടില്ല. എന്നാ കാര്യമെന്ന് ഞാൻ പറയട്ടെ, ഉപകരണമായി ദൈവം ആ മനുഷ്യനെ അന്ന് അവിടെ കൊണ്ടുവന്ന് ദൈവം ഉപയോഗിച്ചു. സുവിശേഷത്തിന് ബന്ധനമില്ല കേട്ടോ. ഇതിനകത്ത് വെളിപ്പെടുന്ന ദൈവശക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് സുവിശേഷകരെ ധൈര്യത്തോടെ പറ, യേശു ജീവിക്കുന്ന ദൈവമാണ്. ആ വചനത്തിന്റെ ശക്തി ഇന്ന് ആയിരങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് തൻ്റെ ഇടത്തോടെ പറയാം, കഴുത്ത് പോണെങ്കിൽ പോട്ടെന്നേ, ഈ ദേഹത്തെ മാത്രം കൊല്ലാൻ കഴിവുള്ള മനുഷ്യനെ നമ്മൾ എന്തിനാ പേടിക്കും? ദേഹിയെ കൊല്ലാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ നമ്മുടെ ദൈവമാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിലൊക്കെ പല കാര്യങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. ഈ വചനം എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ അവിടെ മുട്ടുകാലിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഹൃദയം വേണം. കാരണം ഈ ദുഷ്ടതയുള്ള ഹൃദയം കൊണ്ട് നടക്കുന്നവനെ അവന്റെ വേദന അറിയത്തുള്ളൂ. രക്ഷപ്പെടാനായിട്ട് ജയിലിൽ കിടക്കുന്ന എനിക്ക് ജയിലിൽ നിന്ന് മോചനത്തെക്കാൾ കൂടുതൽ ഇപ്പൊ ആവശ്യമില്ലാന്നറിയാമോ? എന്റെ ജീവിതത്തിന്റെ മാറ്റമാണ്. ഞാൻ അവിടെ മുട്ടുങ്ങൽ നിന്നുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എന്റെ പാപക്കറകളെ എങ്ങനെയാ കഴുകുന്നത് എനിക്കറിയത്തില്ല. ആ മനുഷ്യൻ വിളിച്ചു പറയുക, യോഹന്നാന്റെ ലേഖനം 1:7, ഞാൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും ശുദ്ധീകരിക്കുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 3 ചോദ്യമായിട്ടാണ് ഞാൻ ആ മീറ്റിങ്ങിൽ പോയിരുന്നത്. ആ 3 ചോദ്യങ്ങളുടെ മറുപടിയാണ് അദ്ദേഹം വചനത്തിലൂടെ എനിക്ക് തന്നത്. ആ വചനത്തിന്റെ മുമ്പാകെ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം വെളിച്ചത്തിലിരിക്കുന്നവനാ, ഞാൻ പാപമാകുന്ന ഇരുട്ടിലിരിക്കുന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു പദം പറഞ്ഞു, കർത്താവേ, എനിക്കിനി പാപമാകുന്ന ഇരുട്ടിലുള്ള ജീവിതം മതി. ഞാൻ ആ വെളിച്ചത്തിലേക്ക് വരിക. ഞാൻ എന്നാ ചെയ്യണം? പത്രോസിന്റെ ആദ്യത്തെ പ്രഥമ പ്രസംഗത്തിൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ജനം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുക, ഞാൻ എന്താ ചെയ്യണ്ടേ? ഉടനെ അദ്ദേഹം വിളിച്ചു പറയാ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം, ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കും, നീ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് നീതിക്കായി വിശ്വസിക്കണം, രക്ഷക്കായി വായ കൊണ്ട് ഏറ്റു പറയണം. റോമർ 10:9-10 വാക്യങ്ങൾ. ഒരു പൊട്ടനെ പോലെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവേ, അങ്ങന്റെ കർത്താവ്, അങ്ങന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ദൈവമാണ്. അതെന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ്. ഞാനത് വിശ്വസിക്കുന്നു. ആ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു. ആ കാൽവരിയിലേക്കൊന്ന് നോക്കാം നമുക്ക്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അദ്ദേഹം ഉയർത്തി. അവിടെ ആ നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ കിടന്ന് ഒരുവൻ പറഞ്ഞു, നീ ക്രിസ്തു അല്ലയോ, നീ ദൈവമല്ലേ, നീ നിന്നെ തന്നെ വിളിക്കുക, എന്നെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. മറ്റവൻ പറഞ്ഞു, ഇല്ല. അവനെ ശാസിച്ചു, നമ്മളോ ന്യായമായതാണ് അനുഭവിക്കുന്നത്, നമ്മൾ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തം ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. അവനോടുള്ള മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഇന്ന് കവലയിലൊക്കെ ഇന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്കും എന്നോട് ചോദിക്കും, എന്നാ എത്ര വലിയ ഉറപ്പ്? ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടനാ ഇപ്പൊ കർത്താവിന്റെ കൂടെ ആദ്യമായിട്ട് പരദീസയിൽ പോയിരിക്കുന്നു, എന്റെ ചേട്ടനെ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ജയിലിൽ കിടന്നൊന്നും എനിക്ക് വിഷയമല്ല. കാരണം എന്റെ പാപക്കറകളെ കഴുകിക്കളഞ്ഞുകൊണ്ട് എന്നെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. ആ സമയം ഞാൻ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ആ ദൈവദാസൻ പറഞ്ഞ വാക്കുകളുടെ മുമ്പാകെ എന്നെ സമർപ്പിച്ചു. കർത്താവിനെ എന്റെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. 1990 ഡിസംബർ മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 2:15 മണിക്ക് 2:30-ക്ക് ഇടയിൽ സംഭവിച്ച കാര്യം പറഞ്ഞു. അവിടെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ സമയം കറക്റ്റായിട്ട് പറയുന്നത്. ഞാൻ എന്റെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചു. 2:30 മണിയായപ്പോൾ അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് പോയി. ഞാൻ എന്റെ മുറിയിലേക്ക് മടങ്ങി വരിക. പക്ഷെ പോയവനല്ല മടങ്ങി വന്നത്, അവിടെ പോയി ഇരുന്നവനല്ല മടങ്ങി വന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന് ദൈവമക്കളായി തീരാൻ അധികാരം കൊടുത്തിരിക്കുന്ന വചനം എന്നിൽ നിവർത്തിയായി ഞാനൊരു ദൈവമകനായിട്ടാണ് മടങ്ങി എന്റെ മുറിയിൽ വന്നത്. ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ അനുഭവം, ഹൃദയത്തിനകത്തൊരു വലിയ മാറ്റം. ഞാൻ സന്തോഷത്തോടെ എന്റെ മുറി വന്നു. എന്റെ സ്നേഹിതന്മാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അവര് കഞ്ചാവൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഞാൻ കൂടി അവരുടെ കൂടെ, പിറ്റേ ദിവസവും കൂടി അവരുടെ കൂടെ. പക്ഷേ ഇപ്പോ എന്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരുന്നു, മോനെ, എന്തിനാ നീ ലഹരി ഉപയോഗിക്കുന്നത്? എന്തിനാ നീ കഞ്ചാവ് ഉപയോഗിക്കുന്നത്? എന്തിനാ നീ പുകവലിക്കുന്നത്? ഇതുകൊണ്ടുള്ള ഗുണം എന്താ? യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കാൻ തുടങ്ങി. 1990 ഡിസംബർ മാസം 31-ാം തീയതി എല്ലാവരും നന്നാവാൻ തീരുമാനം എടുക്കുമല്ലോ. ജയിലിൽ കിടന്ന് ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു. 18 പേര് ഒരുമിച്ച് പുകവലി കഞ്ചാവ് വലിയൊക്കെ നിർത്തി നന്നാവാൻ തീരുമാനിച്ചു. ആ 31-ാം തീയതി രാത്രി 9 മണിയായപ്പോ വട്ടം കൂടി നിന്ന് എല്ലാവരും വലിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ വന്ന എന്റെ ഷെയർ ഞാൻ തട്ടി മാറ്റിക്കൊണ്ട് എനിക്ക് കിടക്കാൻ തന്നെ പായ്ക്കകത്ത് പോയി മുഴങ്കാൽ മുടക്കി ഇങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവേ, യേശുവേ, അങ്ങ് ഈ പാപത്തിനും കൂടെ വേണ്ടിയാ ക്രൂശി മരിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായി എനിക്ക് വിടുതൽ വേണം. ഞാൻ ഇന്നു മുതൽ ഇത് ഉപേക്ഷിക്കുന്നു. തന്റെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവം മഹാകരുണയുള്ളവന്. എന്റെ ജീവിതത്തിൽ വന്നതൊന്നും ഓർക്കാതെ കണ്ണുനീരിന്റെ മുമ്പിൽ, എന്റെ ഏറ്റുപറച്ചിലിന് മുമ്പിൽ എന്റെ പാപങ്ങളെ തന്നോട് ഏറ്റുപറഞ്ഞു. യോഹന്നാന്റെ ലേഖനം 1:9 പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നെങ്കിൽ അവൻ നിങ്ങളുടെ സകല പാപവും നിങ്ങൾ ശുദ്ധീകരിക്കുന്ന വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. ഞാൻ അങ്ങനെ എന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു. 1993 ഡിസംബർ മാസം 31-ാം തീയതിയാണ് സമ്പൂർണമായ ഒരു വിടുതൽ എനിക്ക് ലഭിച്ചത്. ഞാൻ
94 ജനുവരി 1 ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ട്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പാടിയിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ വഴികളിലും എല്ലാ മോശം ഭാഷകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നു മുതൽ എന്റെ നാവിൽ സ്തുതിഗീതങ്ങൾ പാടാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, സ്തോത്രഗീതങ്ങൾ എന്റെ നാവിൽ വരാൻ തുടങ്ങി. കാരണം ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ചേറ്റിലുമായിരുന്നു. യേശു ആകുന്ന പാറവിൽ എന്നെ ഉയർത്തി. എന്റെ വായിൽ ദൈവം പുതിയൊരു പാട്ട്. ഇതാണ് മാനസാന്തരം, ഇതാ ജീവിതത്തിന് മാറ്റം. അങ്ങനെ ജയിൽ ജീവിതത്തിൽ ആദ്യമായി ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറി. പുതിയ വർഷത്തിന്റെ പുതിയ ദിവസം ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. യേശു പുതിയ നിയമം വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ബൈബിൾ വായന തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ ഈ കത്തോലിക്ക പുരോഹിതൻ പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ട് ഞാൻ ഈ കത്തോലിക്ക പള്ളിയിലാണ് പോകുന്നത്. രാവിലെ അവിടെ ചെല്ലും, കുർബാന കാണും, തിരിച്ചു വരും. 7 മണിക്കാ ചർച്ചിലെ ഞായറാഴ്ച 7 മണിക്കാ. അപ്പൊ അങ്ങനെ പുള്ളിയാണല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പിന്നെ എഴുതി, അച്ഛോ എനിക്ക് ആത്മീയമായി വളരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അച്ഛൻ എന്നെ സഹായിക്കണം, എനിക്ക് അതിനുവേണ്ട ബൈബിളിലുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണമെന്നും പറഞ്ഞ് ഞാൻ എഴുതി. അദ്ദേഹം എനിക്ക് വളരെ സ്നേഹത്തോടെ ഒരു വെന്തിങ്ങയും ഒരു കൊന്തയും ഒരു ജപമാലയുടെ പുസ്തകവും ഒക്കെ എനിക്ക് അയച്ചു തന്നു. അത് കിട്ടിയപ്പോൾ എന്റെ സമാനം പോയി കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലുള്ള വിഗ്രഹങ്ങളെ കുറിച്ച് ഉണ്ടാക്കരുത്. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ബൈബിളിൽ ഞാനൊരു എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ ഞെട്ടിപ്പിച്ചൊരു വാക്യമുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 51:17. തട്ടാന്മാരൊക്കെയും വിഗ്രഹ നിമിത്തം ലജ്ജിച്ചു പോയിരിക്കും. തട്ടാന്മാരാരെങ്കിലും കേൾക്കേണ്ടി ശ്രദ്ധിച്ചോണം. ദൈവവചനത്തിൽ നമ്മളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുക, തട്ടാന്മാരൊക്കെ വിഗ്രഹ നിമിത്തം ലജ്ജിച്ചു പോയിരിക്കുന്നു എന്നാണ്. ഒറ്റെണ്ണം രക്ഷപ്പെട്ടുണ്ടോ? ഒരു മുഴുക്കുടിയനോ മാനസിക രോഗിയോ ആത്മഹത്യയോ നടക്കാത്ത തട്ടാന്റെ കുടുംബമുണ്ടോ? ഏതെങ്കിലും നിലകൾ നന്നായ ഏതെങ്കിലും ഭവനങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. കാരണം ശാപത്തിന്റെ കീഴിലായിരുന്നു. എന്നാൽ അതിനകത്തും രക്ഷപ്പെടാൻ ഒരു മാർഗമുള്ളത് യേശുവാണ്. ഞാൻ എന്തായിരുന്നാലും അങ്ങനെ കത്തോലിക്ക പള്ളി പോയിക്കൊണ്ടിരുന്നു. ഈസ്റ്ററിന്റെ അന്ന് ഏപ്രിൽ മാസം അപ്പോഴും ബൈബിളും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അച്ഛന് മറുപടി കത്തയച്ചിട്ട് മറുപടി ഒന്നും വന്നില്ല. ഈസ്റ്ററിന് അച്ഛൻ വന്നു. അച്ഛനോട് കുറച്ച് ചോദ്യമായിട്ട് പോയി. ഒരു മറുപടി അച്ഛൻ തന്നില്ല. ഈസ്റ്ററിന്റെ അന്ന് രാവിലെ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു പുതിയ നിയമം ബൈബിൾ എൻ്റെ ഉണ്ടായിരുന്ന റിലീസായി പോയ ചാക്കപ്പൻ എന്ന് പറയുന്ന പാലാക്കാരനുണ്ട്, സഹോദരൻ. പുള്ളിക്ക് ആരോ കൊടുത്ത ബൈബിൾ റിലീസായി പോയപ്പോ പുള്ളി കൊണ്ടുപോയില്ല. പുള്ളി പഴയ ജീവിതത്തിലേക്ക് പോയി. ഇതെനിക്ക് തന്നേച്ചും പോയി. ഞാൻ ആർത്തിയോട് ഇത് വായിക്കാൻ തുടങ്ങി. ഇതുമായിട്ടാ പിന്നെ പള്ളി പോയി, കത്തോലിക്ക പള്ളി പോയത്. ഞായറാഴ്ച കറുത്ത പുസ്തകമായിട്ട് പള്ളി പോയി ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുക. അപ്പൊ ഇങ്ങനെ പള്ളി പോകാൻ വേണ്ടി പള്ളി പോയിരിക്കുന്ന സമയത്താണ് അവിടെ ഇരുന്ന 2 സഹോദരന്മാർ പറയുക, നമ്മുടെ അല്ലേ ആദ്യം പിന്നെയല്ലേ അവരുടെ, നമ്മുടെ അല്ലേ ആദ്യം പിന്നെയല്ലേ അവരുടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞെട്ടിപ്പോയി. കാരണം 33 കോടി ദേവി ദേവന്മാരെ വിട്ട് യേശു മാത്രമാണ് സത്യദൈവം എന്ന് പറഞ്ഞ് വന്ന ആരാധനയ്ക്ക് വന്ന ഞാൻ ഇവിടെ കേൾക്കണത് നമ്മുടെ അവരുടെ. അപ്പൊ എനിക്ക് മഹാവിഷമം തോന്നി. കാരണം ആദ്യമായിട്ട് വിശ്വാസി വന്ന നമ്മുടെ മനസ്സ് കുഞ്ഞു മനസ്സല്ലേ. നേരെ ഓടി എന്റെ മുറിയിലേക്ക് പോയി, ബൈബിൾ വിട്ട് നേരെ പോയി അവിടെ പോയി കിടന്നു. എന്റെ പായി പോയി കിടന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ പ്രാർത്ഥന ഒരുപാട് അങ്ങ് കേട്ടതാ, ഈ സത്യദൈവം ആരാന്ന് കാണിച്ചു തരാതെ ഇനി ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ദൈവത്തോട് ബലം പിടിച്ച് കിടന്നു. കരഞ്ഞ് അവിടെ കിടന്നു, തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക, മനസ്സിന് സമാധാനം. അപ്പൊ എന്റെ ചെവിയിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24. എനിക്ക് എവിടെയാന്ന് പോലും കണ്ടെത്താൻ അറിയത്തില്ല. ഇൻഡെക്സ് ഒക്കെ നോക്കി ഞാൻ യോഹന്നാന്റെ സുവിശേഷം കണ്ടുപിടിച്ച് നേരെ 4-ാം അധ്യായം 23 വായിച്ചപ്പോൾ, ദൈവത്തെ ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം, ഇങ്ങനെ തീരുമാനം ഒരു ശബ്ദം കേട്ടു. ഞാൻ വേഗം ഇത് കേട്ടും ബൈബിളോട് എന്നോട് വേഗം പറഞ്ഞു പള്ളിയിലേക്ക് പൊക്കോളാൻ. തീരെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ 7 മണി മുതൽ 8 മണി കുർബാന കഴിഞ്ഞിട്ട് 8 മണി മുതൽ പിന്നെ നടക്കുന്നത് പെന്തക്കോസ് ആരാധനയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോഴേ പറഞ്ഞു, ഇത് പെന്തക്കോസുകാരുടെ പരിപാടിയാണ്, ഞാനും കയറത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അതിനകത്ത് കയറിയിരിക്കുമ്പോഴാണ് 100-120 പേരടങ്ങുന്ന ഒരു സംഘം ഇരുന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന കഴിഞ്ഞ് ഒരു ദൈവദാസൻ സങ്കീർത്തനം വായിക്കുന്നു. 1-ാം സങ്കീർത്തനം അദ്ദേഹം വായിച്ചത്. ആ വായിച്ച സങ്കീർത്തനം എന്നോട് സംസാരിക്കുന്നു. അടുത്തത് റെന്നി ജോർജ് മദ്രാസിൽ വന്നിട്ട് സാക്ഷ്യം പറയുന്നു. അങ്ങനെ അവിടെ കോടതി ജയിലില് പോലീസുകാര് ബെഞ്ചെ കെട്ടി അടിച്ചിട്ടും പറയാത്ത കാര്യങ്ങളൊക്കെ സാക്ഷ്യമായിട്ട് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കതൊരു പുതിയ അനുഭവമായി തോന്നി. എനിക്കൊരു കാര്യം മനസ്സിലായി, ശരിയാ ദിശയിൽ ഞാൻ വന്നു. അങ്ങനെയാണ് ഞാൻ ക്രിസ്തീയ മാർഗത്തിലേക്ക്, ഈ അനുഭവത്തിലേക്ക് വന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കത്തെഴുതി, എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു നല്ല മകനായി മാറിയിരിക്കുന്നു.
യേശു ക്രിസ്തുവാണ് അതിന് കാരണം. അതുകൊണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കത്തെഴുതി എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ വീട്ടുകാർ എന്നെ തള്ളിക്കളഞ്ഞു. മാർഗവാസിയായോണ്ട് വേണ്ടെന്ന് പറഞ്ഞു. 6 വർഷം ഒരു പരോള് പോലും ഇല്ലാതെ അവിടെ കിടന്നു. ഒരു മനുഷ്യൻ അന്വേഷിക്കാനില്ല. പക്ഷേ ഞാൻ ആരാധിക്കുന്ന യേശു എനിക്ക് വേണ്ടി വഴി തുറന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ പരോളിറങ്ങി. ഞാൻ വന്നു പിറവത്ത് മണിയുടെ IPC സഭയിൽ അവിടെ ദേവദാസിന്റെ കീഴിൽ ഞാൻ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ആദ്യമായിട്ട് ആ ജയിലിൽ നിന്ന് പുറത്തു വന്നു വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ആ സഭയിലെ അംഗമായി. തിരിച്ച് ഞാൻ ജയിലിലേക്ക് മടങ്ങിപ്പോയി. എൻ്റെ വീട്ടിൽ വന്ന് 1 മാസം നിന്നു. 10-15 വന്നത് ഇഷ്ടമായില്ല വീട്ടുകാർക്ക്. പക്ഷെ 10-15 ദിവസം കഴിഞ്ഞ് വീട്ടുകാർക്ക് മനസ്സിലായി ഇവന് മാറ്റം വന്നിട്ടുണ്ട്. അമ്മ എന്നോട് ചോദിച്ചു, മോനെ നിന്നെ പരോളിറക്കാനാണ്. ഞാൻ പറഞ്ഞു ആരും വിഷമിക്കണ്ട, ഞാൻ വന്നോളാം. 1 മാസം കഴിഞ്ഞ് തിരിച്ചു പോയി. 6 മാസം കഴിഞ്ഞ് വീണ്ടും പരോളിറങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ സമൂഹവുമായിട്ട് അതിനിടയിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ആ ഭൂതഗ്രസ്തൻ യേശുവിനോട് കൂടെ ആ വീട് വിട്ട് തന്നോട് കൂടെ പോകാൻ തീരുമാനം. യേശു പറഞ്ഞില്ല, നീ ഇവിടെ താമസിച്ച് ഈ ദേശത്തിൽ ഞാൻ നിനക്ക് ചെയ്ത് പറയണം. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു സ്വന്തം നാട്ടിൽ പോയി സാക്ഷ്യമായി ജീവിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് ശപിക്കപ്പെട്ടവനായിട്ട് വിട്ടതാ. പക്ഷെ നിന്റെ തല തകർന്നെടുത്ത് ദൈവം നിന്റെ തല ഉയർത്താൻ ഈ ദൈവം മതിയായതാ. അതേ മണ്ണിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത്, അതേ സ്ഥലത്താണ് ഞാൻ സുവിശേഷനായിട്ട് ജീവിക്കുന്നത്. ഞാൻ മടങ്ങി എൻ്റെ നാട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നു. നാട്ടുകാരൊക്കെ ആദ്യമൊക്കെ കുറെ അതൊക്കെ പറഞ്ഞു. അവരൊക്കെ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ജീവിതം അതായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 6 വർഷം കഴിഞ്ഞ് 2001 ഞങ്ങളുടെ വിവാഹം നടന്നു. ഒരു ദേവദാസനോട് ആലോചന പറഞ്ഞു വിവാഹം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നന്നായി ജീവിക്കുന്നവർക്ക് പെണ്ണ് കിട്ടുന്നില്ല, പിന്നെ ജയിലിൽ കിടന്ന് എനിക്ക് കിട്ടും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൽ നിങ്ങളുടെ സകല ചിന്താകാലുള്ള അവന്റെ പേരിട്ട്. ഞാൻ സ്ഥാനപ്പെട്ട സഭയിലുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി, സിജി എന്നാണ് പേര്. ഇപ്പോൾ ഈ കണ്ണ് കെട്ടിയൊക്കെ ഇറക്കി വിട്ട പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ദൈവം കൊടുത്ത ഒരു ആലോചനയാൽ എല്ലാവരും എതിർത്തെങ്കിലും വിവാഹത്തിന് സമ്മതിച്ചു. ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നു. എനിക്കൊരു മകളുണ്ട്, അവളുടെ പേര് ലിഡിയ എന്നാണ്. എനിക്കൊരു മകനുണ്ട്, അവന്റെ പേര് ശമൂൽ എന്നാണ്. മകൾക്ക് 21 വയസ്സ് കഴിഞ്ഞ് അവൾ PG ചെയ്യുന്നു. മകൻ 6 വയസ്സായിട്ടുള്ളൂ, അവൻ UKG പഠിക്കും. ഇതൊക്കെ അത്ഭുതകരമായ സാക്ഷ്യമാണ്. ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തി. 15.5 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് ഞാൻ ജീവിച്ചു. 15.5 വർഷക്കാലം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ അതിനകത്തൊരു സുവിശേഷകനായി. 1994 ഏപ്രിൽ മാസം മുതൽ ഞാനൊരു സുവിശേഷകനായി. ഫിലിപ്പിയ ലേഖനം 1:12 പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് ഈ വഹിച്ച സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി തീർന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ ഞാൻ ആ വചനം എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞാൻ സുവിശേഷകനായി മാറി. തടവിലുള്ള എൻ്റെ സഹതടവുകാരുടെ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അനേകർ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വലിയൊരു കൂട്ടം വിശ്വാസികൾ. ഞാൻ 15 വർഷക്കാലം അവരുടെ ഇടയനായി ജയിലിനകത്ത് ഞാൻ ജീവിച്ചു. എന്നാൽ ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്ന് ലോകം വിധിയെടുത്ത് 15 വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. 2008 ഏപ്രിൽ മാസം 12-ാം തീയതി എന്നേക്കുമായി ജയിലിൽ നിന്നൊരു മോചനം ദൈവം എനിക്ക് നൽകി തന്നു. ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ വന്നു. എറണാകുളം സെൻട്രൽ ഇന്ത്യ ബന്ധക്കോസ്ത് ദൈവസഭ എന്നുള്ള നിലയിൽ തിരുവാങ്കുളത്ത് പാസ്റ്റർ ടിഡി ബാബു പാസ്റ്ററോട് ഒരുമിച്ച് ഞങ്ങള് ഏകദേശം 10 വർഷം തൻ്റെ ഒരു ശിഷ്യനായിട്ട് എന്നോടൊപ്പമായിരുന്നു. ഇപ്പോൾ വാളക സെന്ററില് മറ്റക്കുഴിയിൽ ചർച്ചില് ഞാൻ അവിടുത്തെ ഒരു സുവിശേഷകനായിട്ട് ഞാൻ ജീവിക്കുന്നു. ജയിലുകളിൽ പോയി സുവിശേഷം അറിയിക്കുക, അഡിക്ഷൻ സെന്ററുകളിൽ പോയി പ്രസംഗിക്കുക, കവലകളിൽ പരസ്യയോഗം നടത്തുക, കൺവെൻഷനിൽ പ്രസംഗിക്കുക. ദൈവം തന്ന കൃപകൾ, ദൈവം തന്ന ഈ ജീവിതം ദൈവികമായ അനുഭവത്തിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ അനുഭവം കേൾക്കുന്ന ആരെങ്കിലും തകർന്ന അനുഭവത്തിലൂടെ ജീവിതത്തിൽ ഇനിയൊരു വഴിയില്ലെന്ന് കണ്ട് വിഷമിച്ചാണോ ജീവിക്കുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭാരപ്പെടണ്ട. യേശു വഴിയും സത്യവും ജീവനുമാണ്. യേശു ലോകത്തിൽ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയ. തെറ്റുപറ്റിയെങ്കിൽ വിഷമിക്കേണ്ടെന്നേ, ജീവിതത്തിൽ തകർന്നു വിഷമിക്കേണ്ടെന്നേ, ജീവിതത്തിൽ ആരെങ്കിലും ആ നിലകളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത മാറോടണയ്ക്കുന്ന ദൈവം, മാറോടണയ്ക്കുന്ന യേശുവിന്റെ സ്നേഹം, അത് ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുടുംബമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവം എത്ര ശ്രേഷ്ഠനാ, ഈ ദൈവം എത്ര വലിയവനാ. ഈ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ഇല്ല കേട്ടോ. രാധാകൃഷ്ണൻ ഇന്ന് പേരൊന്നും മാറിയിട്ടില്ല. രാധാകൃഷ്ണന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് നാട്ടുകാർ കണ്ടു, നാട്ടുകാർ അറിഞ്ഞു. എൻ്റെ ചുറ്റുമായിട്ടുള്ള വീടുകളൊന്നും ആരും എന്നെ കയറ്റത്തില്ലായിരുന്നു. ഇന്ന് അവരെന്നെ വിളിച്ചു കയറ്റും. പഴയ ആളായിട്ടല്ല, ഒരു പ്രാർത്ഥനാക്കാരനായിട്ട്. ഒന്ന് വന്ന് പ്രാർത്ഥിക്കണേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പറയാം. ഇങ്ങനെ മാറ്റം വരുത്താൻ ആർക്കാ പറ്റുക അറിയാതെ? ഒരു പ്രയോജനമില്ലാതെ കിടന്നതിന് പ്രയോജനപ്പെടുന്ന ഫിലിമോന്റെ ലേഖനത്തിന്റെ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഫിലിമോന്റെ ലേഖനം 1:11 അവിടെ പറയുന്നത് എങ്ങനെയാണ്? മുമ്പേ ഇവൻ നിനക്ക് പ്രയോജനമില്ലാത്തവൻ,
ഇപ്പോൾ നിനക്കും എനിക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ. ഒറ്റ കാര്യം ചെയ്താൽ മതി. വചനത്താൽ ഒരു ജനനം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നീ പ്രയോജനപ്പെടും കേട്ടോ. നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞ സമൂഹത്തിന് മുമ്പാകെ നീ ഭാരപ്പെടണ്ട. ജീവിതത്തിൽ പൊട്ടക്കുഴിയിൽ യോസഫിന് ഇട്ടെങ്കിലും ദർശനത്തിന് മങ്ങൽ ഏൽപ്പിച്ചില്ല. ജയിലിൽ പോയിട്ടും മങ്ങൽ ഏറ്റില്ല കേട്ടോ. ദൈവം നിന്നെ വിളിച്ച് നിനക്ക് തന്ന സ്വപ്നവും ദർശനവും പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ മാത്രമല്ല, എന്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, എന്റെ പെങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നെ കൊല്ലാൻ വേണ്ടി വാളെടുത്ത് എന്റെ അനിയൻ ഇന്ന് ബീഹാറിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുക, വിജയരാജ്. ഒരനിയൻ താൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. ഒരനിയൻ എന്റെ കൂടെ വീട്ടിലുണ്ട്, അല്പം ഡിപ്രഷനുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് കുടുംബമായി കർത്താവിനെ സേവിക്കുന്നു. അങ്ങനെ യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ നല്ല ദൈവത്തെ പിൻപറ്റുന്നതിൽ, ഈ നല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ വചനങ്ങളാൽ, ഈ അനുഭവങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്ന ദൈവദാസൻ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ മാനിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും വ്യത്യസ്തവുമായ ജീവിത തുറകളിലൂടെ കടന്ന് കയറി ഇറങ്ങി ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടുവാൻ കടന്നുപോയ ആ അനുഭവങ്ങളെ, ആ വഴികളെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പങ്കുവയ്ക്കുവാൻ തക്കോണിടയായി തീർന്നു. ഒരുപാട് വേദനകളിലൂടെ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും അതിൻ്റെ നടുവിലൊക്കെ ഈ സ്നേഹിക്കുന്ന ആ സ്നേഹനിധിയായ സർവശക്തനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം ആമേൻ ഒരുക്കിയ ഓരോ വഴികളാണെന്ന് തിരിച്ചറിയുവാൻ ആമേൻ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ പിന്നത്തേതിൽ ആ സ്നേഹവാനായ ദൈവത്തെ ആമേൻ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തിൻ്റെ മകനായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകരോടും ഈ സാക്ഷ്യം ഇതുവരെയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഒരനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആമേൻ. ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ദൈവത്തെ, ആ ശക്തിയെ നമ്മുടെ ദൈവമായി, നമ്മുടെ ജീവനായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നാം സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ രാധാകൃഷ്ണൻ അവർ ഒരു നിമിഷം ആമേനെ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അരോമ ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് യേശുവിനെ വരുത്താൻ അവസരം തന്നു. ഇതിന് മുഖാന്തരമായി ദാനിയേൽ പാസ്റ്റർ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കായി രോഗികളായി, ജീവിതം തകർന്നവരായി ഞങ്ങളെ കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത വിടുതൽ ദൈവം കൽപ്പിക്കണമേ. ഇത് അനേകരുടെ ജീവിതങ്ങൾക്കൊരു മാറ്റമായി തീരാൻ ദൈവം ഇടയാക്കണം. അവിടെ നിന്ന് മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. എത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com